വേടനെ എന്ത് ചെയ്യുന്നു? നിഷ്കളങ്കതയിൽ നിന്നല്ല പിശാചിലേക്ക് മാറ്റുന്നു. പിശാചായി കഴിഞ്ഞാൽ പിന്നെ അടിച്ചമർത്തുന്നു. പക്ഷേ ഈ അടിച്ചമർത്തലും പിശാചുവൽക്കരണത്തിനും കാരണം കഞ്ചാവാണെന്നോ മയക്കുമരുന്നാണെന്നോ അല്ലെങ്കിൽ അവൻ നടത്തിയിട്ടുള്ള സെക്ഷുവാലിറ്റിയുടെ പ്രശ്നങ്ങളാണെന്നോ വരുത്തുന്നൊരു കഥയാണ്. അസന്മാർഗികതയുടെ പേരും മയക്കുമരുന്നിൻ്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭരണകൂട വേട്ട ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലായി മാറും. ഇപ്പം റീമ കല്ലിങ്കലിൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഉടനെ കഞ്ചാവ് എന്ന് പറയും. വേടനെതിരെ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ഉയർന്നിട്ടുണ്ടായിരുന്ന മീറ്റു വിവാദമായിരുന്നു. വേടല്ല, വേറെ ആരെങ്കിലും ഒരു ക്രൈം, സെക്ഷുവലൈസ് ക്രൈം ചെയ്താൽ തന്നെ അതിന് ഒരു ഭരണകൂട അല്ലെ കുറ്റവാളി, ക്രിമിനൽ എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടുന്ന ഒരാളെന്നതിനപ്പുറം അവൻ്റെ ആത്മപരിശോധനയ്ക്കും അവന് സ്വയം മാറിക്കൊണ്ടുവരാനും അവനെ നീതിബോധത്തിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യവുമ്പോഴാണ് ഫെമിനിസം. ഇപ്പോൾ വിനായകൻ്റെ ഒരു പ്രത്യേകത തന്നെ ശ്രദ്ധിച്ചു നോക്ക്. വിനായകൻ ഒരു പുറമ്പോക്ക് നാഗരികനാണ്, നഗരത്തിലെ ഒരു പുറമ്പോക്കാണ്. പക്ഷെ ഇവരുടെ ഒരു കല എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നാടൻ പാട്ട് പലപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഗ്രാമീണ സ്വഭാവമുള്ളതും അത് നമ്മുടെ തന്നെ ഐതിഹ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ ഇവർ നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നല്ല വന്നത്. ഇവർ വളരെ സങ്കീർണമായ, നമ്മൾ ആരും അനുഭവിക്കാത്ത സങ്കീർണമായ ജീവിതം. ഇപ്പം വേടൻ്റെ തന്നെ ജീവിതം എന്താണെന്ന് അറിയാമല്ലോ. വേടന്റെ രാഷ്ട്രീയത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഈ സവർണരായിട്ടുള്ള ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നേടിയെടുക്കാനുള്ളത്? ജാസി ഗുസ്റ്റിൻ്റെ പാട്ട് വന്നപ്പോൾ കേരള സമൂഹത്തിൽ കനത്ത രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. കനത്ത എതിർപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 100ഓളം എതിർ ലേഖനങ്ങൾ അക്കാലത്ത് ഇത് സമൂഹത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ് വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ വൈവിധ്യം എന്ന് പറഞ്ഞ സംഗീതത്തിൽ അറിയുകയും പുതിയ ശബ്ദങ്ങൾ കയറി വരികയും പുതിയ ആൾക്കാർക്ക് നന്നായിട്ട് പാടാൻ കഴിയും, ഭയങ്കര മാറ്റങ്ങൾ സംഗീതത്തിൽ വന്നു. നമ്മളോടൊപ്പം ഡൂൾ ടോക്കിൽ ദളിത് എഴുത്തുകാരനും നിരൂപകനുമായ കെ ബാബുരാജാണുള്ളത്. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെയുള്ള വലിയൊരു ചർച്ചയായിരുന്നു വേടന്റെ അറസ്റ്റ്. 6 ഗ്രാം കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ വേടനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് പുലിപ്പല്ല് കേസുമായിട്ട് ബന്ധപ്പെടുന്നു ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ചർച്ചയിലേക്കായിരുന്നു അത് പോയിട്ടുള്ളത്. വേടന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വേടനെ പിന്തുണച്ചും വേടന്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ചും അല്ലാതെയൊക്കെ രംഗത്തെത്തിയിരുന്നു. എന്താണ് വേടന്റെ രാഷ്ട്രീയം, അഥവാ വേടൻ പറച്ചിലുകളിലൂടെയും പാട്ടുകളിലൂടെ എന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്? വേടന്റെ അറസ്റ്റിന് ശേഷവും, അറസ്റ്റ് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്, അതായത് കേരളത്തിൽ നടക്കുന്ന കഞ്ചാവ് വേട്ട എന്ന് പറയുന്ന സ്റ്റേറ്റ് പരിപാടിയുടെ ഭാഗമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് വേടനെ മാത്രം എയിം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും 2 സാധ്യതകളാണ് നമുക്ക് നോക്കാൻ കഴിയുന്നത്. ഒന്ന്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസിന് ഒരു ടെമ്പോ കിട്ടും, പെട്ടെന്നൊരു വാർത്താ പ്രാധാന്യം കിട്ടും, ഒരു ഷോ, പോലീസിനും ഗവൺമെൻറ്റിനും ഒരു ഷോ നടത്താൻ പറ്റും എന്നുള്ള ലെവലിൽ കൊണ്ട് അതുകൊണ്ട് വലിയ പ്രാധാന്യം അങ്ങനെ ഒന്ന് കിട്ടിയതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ ഖാലിദ് റഹ്മാനെയും അങ്ങനെയുള്ള കുറച്ച് പ്രത്യേക സിനിമാക്കാരെയും കൂടെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ വളരെ ചെറിയ 1.5% കഞ്ചാവൊക്കെയാണ്, 1.5 ഇഞ്ച് കഞ്ചാവൊക്കെയാണ് പിടിച്ചുള്ളൂ. അതിന് മുമ്പ് ഷൈൻഡ ചാക്കോയിനൊക്കെ പിടിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഈ കഞ്ചാവ് വേട്ട എന്നുള്ള പേരിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് വേട്ട എന്ന് പറയുന്ന നടക്കുന്നതിനെ പറ്റി നല്ല സംശയമുണ്ട് ആൾക്കാർ. കാരണം അതിൻ്റെ ഒരിക്കലും അതിൻ്റെ അറ്റങ്ങളിലേക്കോ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തേക്കോ ഒന്നും പോകുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് പേരെ ഉപയോഗിക്കുന്ന കുറച്ച് പേരെ പിടിക്കുകയും ഒരു വാർത്ത ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ പറയുന്ന ഒരു തരം ഒരു കാര്യമാണ് നടക്കുന്നത്. പക്ഷെ വേടൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വേടൻ ആരാണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിയില്ലായിരുന്നു. അതിന് കാരണം അവരെല്ലാവരും തൊപ്പി, അതുപോലത്തെ വേറെ ഇങ്ങനെ എപ്പോഴും റീലുകളിലൂടെയും അതുപോലത്തെ ഇതിലൂടെയൊക്കെ കാണുന്ന പലപ്പോഴും വളരെ മോശമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരുപാട് പേരോടുള്ള ഒരു കൺസർവേറ്റീവായ വെറുപ്പുണ്ട് സമൂഹത്തിന്. കാരണം പലരും വിചാരിക്കുന്ന ഇവരെല്ലാം ഭയങ്കര മോശക്കാരാണ്, യുവതലമുറ എന്ന് പറയുന്നത് അവർക്ക് ഉത്തരവാദിത്തമില്ല, രാഷ്ട്രീയക്കാരാണ്, മാത്രമല്ല ഏറ്റവും ചെറിയ കാര്യങ്ങൾ, ട്രിവിയലായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയൊക്കെ നടക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിലേക്ക് അവരെ സ്പ്രെഡ് ചെയ്ത് അവരെ ദുഷിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കേരള സമൂഹത്തിലെ ഒരു വിഭാഗം, വലിയ ശക്തമായൊരു വിഭാഗം വിചാരിക്കുന്നത് അവരെന്തോ ദുഷിപ്പിക്കുന്നവരാണെന്നുള്ളതാണ്. ഈ ദുഷിപ്പിക്കുന്നു, അതായത് നമ്മുടെ ചിന്തയെയും ബോധത്തെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ ദുഷിപ്പിക്കുന്നവരെന്നുള്ള സങ്കല്പത്തിലാണ് വേടനെ അവർ കണക്കാക്കിയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പേരും വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെ അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷെ വേടനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
ഞാ- ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നം, ഇതൊരു സാംസ്കാരിക ശുദ്ധിവാദമാണ്. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ, ചിത്രകാരൻ, ഈ ചിത്രകാരൊക്കെ പോടുന്ന ആവിഷ്കാരം എന്താണെന്ന് പരിശോധിക്കാതെ അവരോട് കൺസർവേറ്റീവായ സമൂഹത്തിന്, പലപ്പോഴും ലോകത്ത് നമുക്കറിയാമല്ലോ കൺസർവേറ്റീവുകൾ, അവർ ഉത്തമത്തെ പറ്റി ഒരു സങ്കല്പമുണ്ട് അവർക്ക്. ഈ ഉത്തമർ ആവാനായിട്ട് അവർ ചില സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അതനുസരിച്ച് പാറ്റേൺ ചെയ്യാത്തവരെ മുഴുവനും ഒരു അതർ ചെയ്യുക. അവരതറാണ്, അവരാണ് കുഴപ്പത്തിന് കാരണം എന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട് വളരെ ശത്രു ആയിട്ട് മാറ്റുക. ശത്രുവിൻ്റെ പക്ഷത്തേക്ക് വേടനെ ഒരു ശത്രുപക്ഷത്തേക്ക് സമൂഹത്തിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താ വിധം നടന്നതിന് കാരണമെന്ന്, അവൻ രാസലഹരി ഉപയോഗിക്കരുതെന്ന് കുട്ടികളോട് ഉപദേശിക്കുകയും കഞ്ചാവ് വലിക്കുകയും ചെയ്തു. പക്ഷേ രാസലഹരിയും കഞ്ചാവും രണ്ടും രണ്ടാണ്. അതേപോലെ തന്നെ അതൊരു പ്രശ്നം പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു പ്രശ്നമുണ്ട്. രാസലഹരി അല്ല അവൻ പറയുന്നത്, കഞ്ചാവാണ്. കഞ്ചാവ് തെറ്റായ ഒരു കാര്യമാണ് പ്രശ്നം. പക്ഷേ ഒരു എഴുത്തുകാർ, കലാകാർ, കവി, അതുപോലത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ആവിഷ്കാരത്തെ ഇവർ അങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് അവരെ എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഒരു പുലി നഖത്തിൻ്റെ പേര് പറഞ്ഞ് ക്രിമിനലൈസ് ചെയ്യുക, അവൻ്റെ അമ്മയെപ്പറ്റി ശ്രീലങ്കൻ റൂട്ടുണ്ടെന്ന് പറഞ്ഞ് തീവ്രവാദ റൂട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് ശരിക്കും ഒരു ശത്രുവിനെ നിർമ്മിച്ച, ഒരു അതറിനെ ആദ്യം നിർമ്മിക്കുന്നു, പിന്നെ ശത്രുവിനെ നിർമ്മിക്കുന്നു. അങ്ങനെ ഒരു ഉന്മൂലനം ചെയ്യേണ്ട വിഭാഗമായിട്ടൊരു വലിയ സാമൂഹ്യമായിട്ടൊരു ഉന്മാദം ഇവിടെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഗുണകരമായൊരു കാര്യം ഇവിടെയുണ്ട്. ഇതിന് ശേഷം വേടൻ്റെ പാട്ടുകൾ കേട്ട് കുറേ പേര് കേൾക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ലൈൻസൊക്കെ കേട്ട് ആൾക്കാർ ഞെട്ടിപ്പോയി. അത്ഭുതകരമായ രീതിയിൽ അവരൊക്കെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ അതുകൊണ്ടാണ് വേടനൊരു കേൾവിക്കാർ എന്ന് പറയുന്നത്. ഇന്നലെ വരെയും കേൾവിക്കാർ കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ വളരെ വികസിതമായ ചിന്താബോധമുള്ളവരും ഇവിടെ വേടൻ്റെ കേൾവിക്കാരാവുകയും അവർ പോലും ഞെട്ടിപ്പോവുകയും ചെയ്തു. അതിൻ്റെ ഉള്ളടക്കം കണ്ട് വളരെ ശക്തമായി. ഇപ്പം ഏറ്റവും അവസാനത്തെ ഇതുപോലും അഗാധമായ ഉള്ളടക്കമുള്ള, നമ്മൾ കിടപിടിക്കുന്ന ഏത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയ കവിതകൾക്ക് തുല്യമായൊരു പ്രണയകവിതയും അപ്പം തന്നെ അതിൻ്റെ ഇമാജിനേഷന് വളരെ സ്ട്രെയിഞ്ചായ ഇമാജിനേഷനിലൂടെ ഒക്കെ ഉയർന്നു വന്നപ്പോഴത്തേനും അസാധാരണമായൊരു സർഗാത്മക പ്രതിഭയാണ്. അപ്പം പലപ്പോഴും പ്രതിഭകളിൽ പലപ്പോഴും ചില വ്യതിയാനങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മളുടെ കേരള സമൂഹത്തിൽ ഒരു കാലത്തും ഇത്രമാത്രം തീവ്രമായിട്ട് ഈ ആൾക്കാരെ ഇങ്ങനെ സിനിമാക്കാരെ വേട്ടയാടിയ, സത്യം പറഞ്ഞാൽ സിനിമ നോക്കിയ ഫീൽഡിൽ പണ്ട് മുതൽ എനിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പണ്ട് മുതലേ സിനിമയിൽ മദ്യവും കൊണ്ട് മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് പ്രധാനപ്പെട്ട എല്ലാ. ഇതിപ്പം 1-2 സ്റ്റാർ നടന്മാരല്ലാതെ അണിയറ പ്രവർത്തകരും പലപ്പോഴും ഒരു മുറിയെടുത്ത് കൊടുക്കുന്നതൊക്കെ തന്നെ ഇതിലെ കഥാകൃത്തുമാരും എല്ലാം നമ്മൾ കളക്റ്റീവായിട്ട് തന്നെ മദ്യമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലപ്പറമ്പിൽ വരുന്ന ഭജന സംഘങ്ങൾക്കും അതേപോലെ ഭക്തിഗാന സംഘങ്ങളും ഒക്കെ മദ്യം ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ശത്രുതയായി കാണുന്നതിന് പകരം ഇതിലേക്ക് വരുമ്പോൾ ഒരു ശത്രുത രൂപപ്പെടുത്തുന്നതിന് കാരണം, ഒന്ന് ഈ പുതുതലമുറ എന്ന് പറയുന്നതിനെ പറ്റി അവരെ നമ്മൾ അകറ്റി നിർത്തുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നം, അതായത് നമ്മുടെ ഒരു കൺസർവേറ്റീവ് ബോധത്തിൻ്റെ പ്രശ്നമാണ്. അവരിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ വേടനിൽ നിന്ന് നമ്മളാണ് പഠിക്കാനുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം പഠിച്ചെടുക്കുന്നതിന് പകരം അവൻ്റെ വാക്കുകളുടെയും അതിൻ്റെ സവിശേഷതയും കവിതകളുടെ ആഴവും അതുപോലെ പലരുടെയും ഉണ്ട്. കാരണം അത് പഠിക്കുന്നതിന് പകരം തിരിച്ചവരെ ശത്രുത പ്രഖ്യാപിക്കുന്ന എന്നാ പറയുന്ന ഒരു സാംസ്കാരിക ശുദ്ധിവാദമാണ് ഇവിടെ ഉണ്ടായത്. ഇത് ഹിറ്റ്ലറുടെ കാലത്തും ഉണ്ടായത്. ഹിറ്റ്ലർ തന്നെ ശുദ്ധിവാദത്തിലാണ് വന്നത്. അതായത് അവിടെ അരാജകവാദികൾ, ഹിറ്റ്ലർ ഈ അരാജകവാദികൾ കവിതയുണ്ടാക്കുന്നു, അതേപോലെ തന്നെ സറിയലിസ്റ്റ് ചിത്രകല രൂപപ്പെടുന്നു. ഇതിനോടൊക്കെ നിരോധിച്ച് അതിനെല്ലാം തള്ളിക്കളഞ്ഞ് അതിനെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഹിറ്റ്ലർ തന്നെ പുതിയ ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യനിലെ കൺസർവേറ്റീവിസത്തെ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പോകാവുള്ളെന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ പോകുന്നു. ഇന്നതാണെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കണം, ഉത്തമമായ ഒരു രാഷ്ട്രം ഇങ്ങനെ ആയിരിക്കും, കലയും സാഹിത്യവും വേണമെന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഉണ്ടായിരുന്ന 30-കളിലൊക്കെ വളരെ പ്രത്യക്ഷമായി തന്നെ സമൂഹം മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ആധുനിക കാലഘട്ടത്തിൽ 1930-40 എന്ന് പറയുന്ന ഒരുപാട് പുതിയ സാഹിത്യവും കലയും ഒക്കെ വരികയും പുതിയ തരത്തിലുള്ള സമൂഹങ്ങൾ ഉയർന്നു വരികയൊക്കെ ചെയ്തൊരു കാലഘട്ടമാണ് ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ. അക്കാലത്ത് ഉയർന്നു വന്ന
പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഉയർന്നു വന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ഫ്രോയിഡിന് ശേഷം ഉയർന്ന ലൈംഗികതയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, അതിനെപ്പറ്റിയുള്ള വ്യവഹാരങ്ങൾ, അതുപോലെ വളരെ പുതുമയുള്ള, വളരെ വ്യത്യസ്തമായ ഒരു ഒരു ശാഖയായിട്ട് തന്നെ ഒരു ജാണറാന്ന് പറയാവുന്ന രീതിയിൽ റാപ്പേഴ്സ് ഇന്ത്യ ലോകത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. സാഹിത്യത്തിൻ്റെ ഈ സംഗീതത്തിൻ്റെ ക്രമാനുഗത രീതികളിൽ നിന്ന് മാറിക്കൊണ്ട് അതൊരു തരം താഴ്ന്ന തട്ടിൽ നിന്ന് വരികയും മിക്കവാറും തെരുവിൽ നിന്ന് വരുന്നതുമാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ കല എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാവുന്നത് സമൂഹത്തിൻ്റെ മുകൾ തട്ടിൽ, അതായത് പറയുന്നത് ഇപ്പോൾ സാമ്പി എന്നൊക്കെ പറയുന്ന തിയേറ്റീഷ്യൻസ് അല്ലെങ്കിൽ ചിന്തകരൊക്കെ പറയുന്നത് നമുക്കൊരു മിച്ചമുണ്ടാക്കുമ്പോൾ, അതായത് ഫുഡൊക്കെ കഴിച്ച് നല്ല ആനന്ദത്തോடு ഇരിക്കുമ്പോഴാണ് കലയുണ്ടാവുന്നു എന്നുള്ളതായിരുന്നു. അതാണ് പലപ്പോഴും വരേണ്യർക്കാണ് കല സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിന് കാരണം മിച്ചമുണ്ടാവണം. സമ്പത്തൊക്കെ മിച്ചമാകുമ്പോൾ വളരെ അനുഭൂതിയോടുകൂടി അങ്ങനെ അനുഭൂതി തരുന്ന കലകളുണ്ടാകും. അങ്ങനെയാണ് കലയെപ്പറ്റി ഒരു വരേണ്യ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയാണ് ഇപ്പം കഥകളിയൊക്കെ ഉണ്ടാവുന്നതും കാണുന്നവരും ഒരു വരേണ്യ വിഭാഗമാണ്. അപ്പം അടിത്തട്ടിലെ ജനവിഭാഗങ്ങൾക്ക് കലയൊന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. യഥാർത്ഥത്തിൽ കല താഴ്ന്ന തട്ടിലുണ്ട്. നാടോടിപ്പാട്ടുകളായും അമ്മമാർ പറയുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളായി കുട്ടിക്കഥകളായിട്ടും അവർ തന്നെ ഉണ്ടാക്കുന്ന നാടോടി ഇതായിട്ടും, ഇപ്പം ടോണി മോറിസിൻ്റെ ഒക്കെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ ആഫ്രിക്കൻ നോവലുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ കഥകൾക്ക് അമ്മമാർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കഥകൾക്കും, അതേപോലെ കുട്ടികൾ കേട്ടിട്ടുള്ള കഥകൾക്കും, അതേപോലെ തന്നെ ഓരോ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ ചെടികൾക്കും അവിടെ ഉണ്ടായിരുന്ന ഭൂതങ്ങളെ പറ്റിയും പ്രേതങ്ങളും ഒക്കെ പറ്റിയൊക്കെ ഒരു വലിയൊരു സഞ്ചയവും അവർക്കൊരു കവിതകളും ഉണ്ട്, പാട്ടുകളും ഒക്കെ ഉണ്ട്. മന്ത്രവാദങ്ങളിലൊക്കെ ഉള്ള ഒരു സംസ്കാര ഭൂമിക വേറെയുണ്ട്. ഈ സംസ്കാര ഭൂമികയെ ഒരു കാലത്തും വരേണ്യര് അംഗീകരിച്ചിട്ടില്ല, അല്ലേ? പക്ഷേ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. പലപ്പോഴും ആധുനികത എന്ന് പറഞ്ഞാൽ സാഹിത്യം ഉണ്ടാകുന്ന, സംഗീതമൊക്കെ ഉണ്ടാകുന്ന, കഥകളി പോലും ഉണ്ടാകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നാടോടി അല്ലെങ്കിൽ ഗോത്രീയ സംസ്കാരത്തിന് സാംശീകരിച്ചുണ്ടായതാണ്. അങ്ങനെയുള്ള, പക്ഷെ അതൊരു ഉപരി സമൂഹങ്ങളുടെ മാത്രമായി മാറുമ്പോഴത്തേനും നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു നഗര കേന്ദ്രീകൃതമായിട്ട് വളരെ ഒരു സമ്പന്നമായൊരു വിഭാഗം തന്നെ വളരെ ദരിദ്രരായും പുറമ്പോക്കും അഭയാർത്ഥികളായ ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ വിനായകൻ്റെ ഒരു പ്രത്യേകത തന്നെ ശ്രദ്ധിച്ചു നോക്ക്. വിനായകൻ ഒരു പുറമ്പോക്ക് നാഗരികനാണ്, നഗരത്തിലെ ഒരു പുറമ്പോക്കാണ്. പക്ഷെ ഇവരുടെ ഒരു കല എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നാടൻ പാട്ട് പലപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഗ്രാമീണ സ്വഭാവമുള്ളതും അത് നമ്മുടെ തന്നെ ഐതിഹ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ ഇവർ നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നല്ല വന്നത്. ഇവർ വളരെ സങ്കീർണമായ, നമ്മൾ ആരും അനുഭവിക്കാത്ത സങ്കീർണമായ ജീവിതം. ഇപ്പം വേടൻ്റെ തന്നെ ജീവിതം എന്താണെന്ന് അറിയാമല്ലോ. അവൻ്റെ ആ ഒരു കവിത, അമ്മയെപ്പറ്റി ഒരു കവിതയുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായ 2 ലൈൻ അമ്മയെപ്പറ്റിയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും അവഗണിക്കപ്പെട്ട മനുഷ്യർ അവർ ഇങ്ങനെ ഒരു കലയായിട്ട് രംഗത്ത് വരുമ്പോഴത്തേനും അത് ഈ പറഞ്ഞ പോലെ വരേണ്യതമല്ല, അത് റാപ്പ് പോലുള്ള, പക്ഷെ അവർക്ക് ആശ്രയിക്കാവുന്നതാണ് റാപ്പ്. അങ്ങനെയാണ് അമേരിക്കയിൽ നിന്നാണ് റാപ്പ് ഉണ്ടായത്. അത് സാധാരണ മനുഷ്യൻ്റെ കാര്യങ്ങൾ ഇപ്പം പ്രസംഗത്തിൽ ഉന്നയിക്കുക, അല്ലെ ഒരു ലേഖനത്തിൽ ഉന്നയിക്കാവുന്ന കാര്യം ഇവർ പാട്ടും പറച്ചിലും പെർഫോമൻസ് ആക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇത് വളരെയധികം കൺവേ ചെയ്യുകയും പലതരത്തിലുള്ള പരമ്പരാഗത സംഗീതത്തെ തന്നെ അത് വല്ലാതെ നിശ്ചലപ്പെടുത്തുകയും ചെയ്തു. അതിനും പറ്റുന്നില്ല. ഇപ്പം കേരളത്തിൽ നോക്കപ്പം പണ്ടാണെങ്കിൽ കുറേ ഒരു 80കളിൽ 90കളിലൊക്കെ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമൊക്കെ കണ്ടാണ് സിനിമ ഇറങ്ങിയത്. ഇപ്പോൾ സിനിമയിൽ എപ്പോഴായാലും ഒരു നാടൻ പാട്ടോ റാപ്പൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ അവബോധം മാറി. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ വരേണ്യ സമൂഹങ്ങളിൽ നിന്നല്ല, ഈ പറഞ്ഞ വളരെ ഈ പുറമ്പോക്ക് സമൂഹങ്ങളിൽ നിന്നുണ്ടായി വന്ന കലകളും സാഹിത്യങ്ങളും ആണ്. അതിൻ്റെ ആവിഷ്കാരങ്ങളും പെർഫോമൻസുമാണ്. അതിലൊരാളാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വേടൻ്റെ കൃതികളുടെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മുടെ അയ്യങ്കാളിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, അംബേദ്കറെ പറ്റി പറയുന്നുണ്ട്, പൊയ്കലപ്പച്ചനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് യാഥാർത്ഥ്യമായിരിക്കുന്ന പലതരത്തിൽ പലസ്തീനെ പറ്റി പറയുന്നുണ്ട്, പല ലോകത്തിൽ നടക്കുന്ന അഭയാർത്ഥികളെ പറ്റി പറയുന്നുണ്ട്, അഭയാർത്ഥികളായി പോകുന്നു, പുറമ്പോക്കായി തള്ളപ്പെടുന്നവരെ പറ്റിയൊക്കെ പറയുന്നു. ഒരു പുതിയ ലോകബോധം. പക്ഷെ ഇത് കേരളത്തിൽ വർഷങ്ങളായിട്ട് ഒരു ദലിത് വ്യവഹാരം എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ മാർക്സിസത്തിന് അനന്തര ഒരു കാലഘട്ടം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മാർക്സിസത്തിൻ്റെ ഒരു അനന്തരകാലം, മാർക്സിസത്തിൻ്റെ ഒരു പ്രാമാണികതയും സിദ്ധാന്തത്തിലൂടെ ലോകത്തെ കണ്ടുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 80-90 വരെയായി.
പക്ഷെ അതിനുശേഷമുള്ള കാലഘട്ടം പുതിയ ദളിത്വാദങ്ങൾ, സ്ത്രീവാദങ്ങൾ, പരിസ്ഥിതിവാദങ്ങൾ, പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ, അതായത് സംഘടിത സമൂഹ പ്രസ്ഥാനങ്ങളുടെയോ വലിയ വലിയ നേതാക്കന്മാരുടെയോ വലിയ വലിയ പണം മുടക്കിയുള്ള സംഘടനകളുടെയോ അല്ലാത്ത പുതിയ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ, പുതിയ തരത്തിലുള്ള സ്വത്വാവിഷ്കരങ്ങൾ, അതേപോലെ മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ള പുതിയ തരത്തിലുള്ള ലോക ബോധങ്ങൾ, പഴയ രീതിയിലല്ല പുതിയ രീതി ലോകത്തെ കാണുന്ന രീതിയിലുള്ള സംഘടനകളും ഒരുപാട് ആൾക്കാർ ഉയർന്നു വന്നതിലൂടെ പുതിയൊരു ഇടതുപക്ഷ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് അനന്തരമായൊരു സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു 30 വർഷമായിട്ട് കേരള സമൂഹത്തിൽ അത് വളരെയധികം, അത് ആരും പരിശോധിച്ചിട്ടൊന്നുമില്ലെങ്കിലും മുഖ്യധാര അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം കേരള സിനിമയിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞൊരു സിനിമ വിഭാഗമുണ്ട്. അവരെയാണ് ഇപ്പം റീമ കല്ലിങ്കലിൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഉടനെ കഞ്ചാവ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട്രസ്സാണ്, വളരെ വലിയ ഒരു പെർഫോമറുമാണ്. അവരുടെ ലാംഗ്വേജ്, അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പെർഫോമിങ് രീതിയും തന്നെ സാധാരണ നമ്മുടെ ഒരു മലയാളി സ്ത്രീയുടെ പരമ്പരാഗത സ്ത്രീയെ വല്ലാതെ ലംഘിച്ച് വളരെ മാറ്റം വരുത്തിയൊരു സ്ത്രീയാണ്. ഗൗരവപ്പെട്ട സിനിമകളിൽ ഗൗരവപ്പെട്ട ആക്ടിങ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനും പഠിക്കാനും ശ്രമിക്കുന്നതിന് പകരം അവരെ ശത്രുതയാക്കുന്നത്, അവരെ ശത്രുക്കളായി കാണുന്നത് കൺസർവേറ്റീവ് ആയ സമൂഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലൊരു കൺസർവേറ്റീവ്, അതെല്ലാവരിലും ഉണ്ട്. കൺസർവേറ്റീവുകൾ എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗത്തിലല്ല, ഏറ്റവും ദരിദ്രരും ഉണ്ടാവാം, മധ്യവർഗത്തിലും ഉണ്ടാവും, മാർക്സിസ്റ്റുകളിലും ഉണ്ടാവാം, അംബേദ്കറൈറ്റുകളിലും ഉണ്ടാവാം, മുസ്ലിങ്ങളിലും ഉണ്ടാവാം. അങ്ങനെ കൺസർവേറ്റീവുകളായ ഒരുപാട് വിഭാഗം ഇതുപോലത്തെ പുതിയ രൂപാന്തരണങ്ങളെ, ട്രാൻസ്ഫോർമേഷൻസുകളെ അതിശത്രുതയോടുകൂടെ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ വേടനെപ്പോലുള്ള ഒരു അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പൊളിച്ചെഴുത്തുകൾ, പുതിയ രീതി അവർ പഴയ ഇതിന് പൊളിച്ചെഴുതുകയും പുതിയ നിർമ്മിക്കുകയും ചെയ്തു. ഈ നിർമ്മാണത്തിന് പറഞ്ഞ പോലെ ഇവർക്ക് വരേണ്യമായ പിന്തുണകളില്ല. ഇപ്പം വേടനോ ഈ മട്ടാഞ്ചേരി മാഫിയയിലെ പലരും വലിയ വരേണ്യ ഇതിൽ നിന്ന് വന്നവരല്ല, പല സിനിമാക്കാരും വന്നവരുമല്ല. അല്ലെങ്കിൽ ജാതി പിന്തുണ അവർക്കില്ല, വലിയ ജാതിക്കാരുടെ പിന്തുണയില്ല, അതൊന്നുമില്ല. അവരൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കി സമൂഹത്തിൽ പലതരത്തിലുള്ള ഒരു പുതിയൊരു ഇതുണ്ടാക്കിയതാണ്. മൂലധന വ്യവസ്ഥയുടെ അകത്ത് ഫൈറ്റ് ചെയ്ത് വന്ന് സ്വന്തമായിട്ട് ആസ്തി ഉണ്ടാക്കിയവരാണ്, ഇമാജിനേഷൻ ഉണ്ടാക്കിയവരാണ്. അതുപോലെ വേടൻ്റെ ആണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച കേരള സമൂഹത്തിലുണ്ടായിരുന്ന പുതിയ ദലിത് ധാരകളടക്കമുള്ളവ ഉണ്ടാക്കിയ പലതരത്തിലുള്ള സാംസ്കാരിക, രാഷ്ട്രീയ, ബൗദ്ധിക ബോധമണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം പോയത് കെ കൊച്ചിൻ്റെ ഒരു അനുസ്മരണമാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എത്രയോ വിപുലമായിട്ടാണ് നടത്തുന്നത്. പണ്ടാണ് കേരളത്തിൽ അത് നടക്കില്ല. കാരണം ദലിതനായ ഒരു നേതാവ് ദലിതരുടെ ഒരാളാണെന്ന് കണക്കാക്കുന്നു. മറിച്ച് ഇന്ന് ഭരണഘടന പണ്ട് അംബേദ്കറെ പറ്റി നമ്മുടെ ഒരു കാഴ്ചപ്പാട് അധസ്ഥിത നേതാവായിരുന്നു എന്നുള്ളതാണ്, അല്ല ഒരു ദലിത് നേതാവ്. ഇന്ന് അത് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ പുനർനിർമ്മിച്ചതും ജനാധിപത്യത്തിൻ്റെ ശക്തി കൊടുത്തതും ഇന്നും അതിൻ്റെ അളവ് അധികം പോകാതെ നിൽക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വികസിച്ച പോലെ തന്നെ കേരളത്തിലൊരു 10, 40, 30 വർഷമായിട്ടുണ്ടായിരുന്ന ദലിത് വ്യവഹാരം എന്ന് പറഞ്ഞ് പലരും പറയുന്ന ജാതിയിൽ നിന്ന് വന്നതല്ല, അതൊരു പുതിയ രീതിയിലുള്ള ഒരു ലോകവീക്ഷണമാണ്. സാമ്പ്രദായികമല്ലാത്ത വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പുറന്തള്ളലിൻ്റെ, അതായത് ഈ ജാതി വ്യവസ്ഥയുടെ ഒരു വലിയ തിയറി എന്ന് പറയുന്നത് പുറന്തള്ളുക എന്നുള്ളതാണ്. എക്സ്ക്ലൂഷൻ അതിൻ്റെ തിയറിയുടെ അകത്താണ്. ചിലരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പലരെയും എക്സ്ക്ലൂഡ് ചെയ്തതായിരിക്കും. ഈ എക്സ്ക്ലൂഷനെയാണ് പലപ്പോഴും നമ്മൾ വിവേചനമെന്നും ഡിപ്രിവേഷൻ എന്നൊക്കെ പറയുന്നതെങ്കിൽ പോലും ഒരു എക്സ്ക്ലൂഷൻ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ എക്സ്ക്ലൂഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും കീഴാള മൂവ്മെൻറ്റുകൾ ഇവിടെ ഉണ്ടായും, കീഴാള എഴുത്തുകാരും ചിന്തകരും പ്രമേയങ്ങളും അവിടെ മാസികകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ തന്നെ ഉത്തരകാലം എന്ന് പറഞ്ഞൊരു ഇതുപോലത്തെ ഒരു ഇത് നടത്തിയിരുന്നു, വർഷങ്ങൾ 11 വർഷം മറ്റേ നടത്തിയിരുന്നു ഞങ്ങളൊക്കെ കൂടി. ഞങ്ങളൊക്കെ ഇപ്പം നിർത്തിവെച്ച് ഇപ്പം പോയത് അധികം വരാൻ. പക്ഷേ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പുതിയ തരത്തിലുള്ള ഇതിനെയൊക്കെ പ്രോത്സാഹനങ്ങളെല്ലാം വേറൊരു വിധത്തിൽ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. സമൂഹത്തിൻ്റെ പല പുതിയ തരം ഉത്ബുദ്ധത കൊടുത്തിട്ടുണ്ട്. അത് അടിത്തട്ടിലെ ജനങ്ങളിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോർമേഷൻ കൂടിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അത് അതിശക്തമായിട്ട് എതിർക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുകയും അവരെ കേസിലൊക്കെ കുടുക്കി പോകുന്നതിന് ഒരു ഉപാധിയായിട്ട് മാത്രമാണ്, ഒരു ഇതായിട്ടാണ് ആനക്കൊമ്പെന്നും
അല്ലെങ്കിൽ അല്ല ഇത് മറ്റേ കഞ്ചാവ് 9 പേര് വലിച്ച ഒരു 6 ഗ്രാം കഞ്ചാവെന്നോ അല്ലെങ്കിൽ ഈ പുലി നഖമെന്നോ ഒക്കെ പറയുന്നതിന് കാരണം മറിച്ച് ശക്തമായ പുതിയൊരു സമൂഹം ഇവിടെ ഉയർന്നു വന്ന അതുപോലെ പുതിയൊരു യൂത്ത് കൾച്ചർ നിലനിൽക്കുന്നുണ്ട്. പലരും ഉൾക്കൊള്ളുന്നില്ല. എന്താണ് യൂത്ത് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഉൾക്കൊള്ളുന്നില്ല. അവർ വിചാരിക്കുന്ന പഴയ സമൂഹം ഞങ്ങൾ തുടർന്നു പോകുന്ന പോലെ തന്നെ നിങ്ങൾ തുടരണം എന്നാണ് പറയുന്നത്. അത് അസാധ്യമായ കാര്യമാണെന്നുള്ളതാണ്. പുതുതായിട്ട് പുറത്തിറങ്ങിയ മോന ലോവയിലൂടെ തന്നെ കൃത്യമായ രാഷ്ട്രീയമാണ്, പ്രണയത്തിലൂടെയാണെങ്കിൽ പോലും വേടൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേടന്റെ രാഷ്ട്രീയത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഈ സവർണരായിട്ടുള്ള ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നേടിയെടുക്കാനുള്ളത്? വേടന്റെ ഇതിനുള്ള കാരണം അതിൻ്റെ പോപ്പുലാരിറ്റി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരുപാട് പേര് വരുന്നുണ്ട്. അത് കവിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് പലപ്പോഴും സംഗീതത്തിനൊക്കെ ആസ്വാദകരുണ്ടാവുന്ന പാറ്റേൺ തെറ്റുന്നുണ്ട്. അത് വളരെയധികം സമൂഹത്തെ മാറ്റുന്നുണ്ട്. അത് പരമ്പരാഗത സംഗീതത്തിനെയും അതിൻ്റെ ആസ്വാദക ബോധത്തെയും അതിൻ്റെ അനുഭൂതി പ്രശ്നങ്ങളെയും വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇറിറ്റേഷൻ ഇപ്പം ജാസി ഗുസ്റ്റിൻ്റെ പാട്ട് വന്നപ്പോൾ കേരള സമൂഹത്തിൽ കനത്ത രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. കനത്ത എതിർപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 100ഓളം എതിർ ലേഖനങ്ങൾ അക്കാലത്ത് ഇത് സമൂഹത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞ് വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ വൈവിധ്യം എന്ന് പറഞ്ഞ സംഗീതത്തിൽ അറിയുകയും പുതിയ ശബ്ദങ്ങൾ കയറി വരികയും പുതിയ ആൾക്കാർക്ക് നന്നായിട്ട് പാടാൻ കഴിയും, ഭയങ്കര മാറ്റങ്ങൾ സംഗീതത്തിൽ വന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആസ്വാദക മനസ്സിനും ഈ നമുക്ക് തരുന്ന മാറ്റങ്ങൾ, നമ്മളുടെ ബോധം മാറി വരുന്ന അല്ലെങ്കിൽ ചിന്ത മാറി വരുന്നത് ആരെങ്കിലും സ്പൂൺ കൊണ്ട് കോരി കുടിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന ലോകങ്ങളിലൂടെയും ഇവിടെ കിട്ടുന്നതാണ്. അപ്പം ഇതൊക്കെ ഇടപെടുന്ന പുതിയ സമൂഹത്തെ സംബന്ധിച്ച് പുതിയ തരത്തിലുള്ള ഒരു വിപ്ലവാത്മകമായ ഒരു പുതിയൊരു റാഡിക്കൽ ബോധമാണ് ഇതിലുള്ളത്. ആ റാഡിക്കലിസത്തിന് നമ്മുടെ പഴയ ഇടതുപക്ഷത്തിൻ്റെ ലാഞ്ചനകളുണ്ട്, അതിലുണ്ട്. ആ പാർട്ടി തന്നെ ഇപ്പം പുതിയ പാർട്ടി തന്നെ വിപ്ലവത്തെ പറ്റിയുണ്ട്, പ്രണയത്തെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രണയത്തെ പറ്റിയുള്ള ഇമാജിനേഷൻ ഉണ്ട്. അതേപോലെ സ്ത്രീകളും അല്ലെ പുരുഷനും തമ്മിലുള്ള ഒരു പുതിയ ഒരു ബന്ധത്തിൻ്റെ ആഴം അതിൽ വ്യക്തമാവും, ഒരു പ്രണയത്തിൻ്റെ ആഴം അതിൽ വ്യക്തമാവും. പിന്നെ യൂത്തിൻ്റെ മനോഭാവമുണ്ട്. ഇപ്പം 25 വയസ്സുള്ള ഒരാൾ ഒരു പ്രണയം എഴുതുമ്പോൾ ഇപ്പം പലപ്പോഴും നമ്മുടെ സിനിമാക്കാരുടെ ആൾക്കാർ പലപ്പോഴും പ്രണയത്തെപ്പറ്റി ഇപ്പം അവലാറൊക്കെ എഴുതുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ 10-50 വയസ്സൊക്കെ ഉള്ള പോലെയല്ല. ഇതൊരു വേറൊരു വിധത്തിൽ നിന്ന് എഴുതുവാണ്. സ്വന്തം ആയിട്ടൊരു പ്രണയത്തെപ്പറ്റി ഒരു ആഗോള ലാംഗ്വേജാണിത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മലയാളമായിട്ട് അതിനെ പറയാൻ പറ്റത്തില്ല, അല്ല ഇന്ത്യനായിട്ട് മാത്രമല്ല, പുതിയ ആഗോള തലത്തിലുള്ള ഒരു സംഗീതമാണിത്. അതിന് ആഗോള തലത്തിലുള്ള ഇമേജുമാണുള്ളത്. ഇപ്പം ഉറപ്പായ കാര്യമാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 50 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ അനേക സംഗീത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ മാറ്റങ്ങളെക്കാളും കൂടുതൽ ലോകത്തെ സംഗീതത്തിനകത്തേക്ക് എടുത്തു വെക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേടന്റെ പാട്ടുകൾ സംഗീതം മാത്രമല്ല, രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയം മാത്രമായി പോലും പറഞ്ഞു കൊടുക്കുകയാണല്ലോ. ഇപ്പോ ഇത്രയും കാലമുള്ള തലമുറകളൊക്കെ പോയി, ഇനി നിങ്ങളാണ് വരേണ്ടത് എന്നുള്ള ആ ഒരു സാധനമാണല്ലോ പറയുന്നത്. അപ്പം രാഷ്ട്രീയമാണ് വേടന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സാധനം. തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. പാട്ടുകാരനായ രാഷ്ട്രീയക്കാരൻ എന്നും ഞാൻ അങ്ങനെ അവൻ തന്നെ പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ ആധുനിക അനന്തരം എന്ന് പറയാം, ഈ ആഫ്രോ അമേരിക്കൻ പാട്ടുകാരും ഒക്കെ ഉണ്ടാക്കിയതാണ്. പുതിയതായിട്ട് അവർ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരികയും മറ്റുള്ള ഉപാധികളൊന്നുമില്ലാതെ അവഗണിതരുമായവർ പാട്ടിന്, പക്ഷെ അവർക്കൊരു സംഗീതത്തിൻ്റെ ചില തെളിച്ചങ്ങളോ അത് അവരുടെ അമ്മമാർ പാടിക്കൊടുത്ത പാട്ടുകളുടെയും കഥകളുടെയും അവരനുഭവിച്ച ജീവിതത്തിൻ്റെയും പിന്നെ അതിൽ നിന്നൊക്കെ അവരെടുത്തതാണ്. അതിനവരൊരു പുതിയൊരു ഒരു പൊളിച്ചെഴുത്തിൻ്റെ ഒരു ആവിഷ്കാര രൂപം കൊടുത്തു. സംഗീതം മാത്രമല്ല, അതൊരു ആവിഷ്കാരമാണ്. ആ സംഗീതം, പെർഫോമൻസ്, അവൻ്റെ രൂപം, ശരീരത്തിൻ്റെ ഇതുമെല്ലാം കൂടുന്ന ഒരു പുതിയൊരു ഇമേജിനറി വ്യവസ്ഥയായിട്ടാണ് സമൂഹം സ്വീകരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോകുന്നതെന്ന് പറയുന്നത്. ഞാനും അതെ, സൂക്ഷ്മമായിട്ട് പ്രത്യേകിച്ച് അവൻ്റെ ഈ പഴയ അവൻ്റെ അമ്മയെ പറ്റിയൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ. ടുപ്പാക്ക് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ടായിരുന്നു അമേരിക്കയിൽ. 25-ാമത്തെ വയസ്സ് 85-ലാണെന്ന് തോന്നുന്നു വെടിയേറ്റ് മരിച്ചുപോയി. ആരാണ് കൊന്നതെന്ന് അറിയില്ല. ഈ കക്ഷി ഒരുപാട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു അവഗണിതനായ
ഇപ്പം അവൻ്റെ ഒരു പുസ്തകമുണ്ട്. അവൻ്റെ അമ്മയാണ് അവൻ മരിച്ചു കഴിഞ്ഞ ആ പുസ്തകം എഡിറ്റ് ചെയ്തേക്കണേ. അമറു എന്നാണ് അമ്മ പേരിട്ടേക്കണേ. ആ പുസ്തകത്തിൽ അവൻ്റെ ഡയറി കുറിപ്പുകളും ആ ഡയറി കുറിപ്പുകളിൽ എഴുതി വെച്ചത് മിക്കവാറും എല്ലാം അവൻ്റെ അമ്മയെയും പെങ്ങളെ പറ്റിയാണ്. നമുക്ക് ഹൃദയാവർജകമായിട്ടാണ് തോന്നുക. ഈ അമ്മ എന്ന് പറയുന്ന ആൾ അന്നത്തെ ബ്ലാക്ക് പ്രാന്തർ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായിരുന്നു. ഒരു ദിവസം രാവിലെ ബ്ലാക്ക് പ്രാന്തർ പ്രസ്ഥാനം അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് അമേരിക്കൻ പോലീസിന് മനസ്സിലായി. ആദ്യകാലം അവർ ശ്രദ്ധിച്ചില്ല. പിന്നീട് മനസ്സിലായി ഇതൊരു റാഡിക്കൽ മൂവ്മെൻ്റ് ആണെന്നും വൈറ്റിൻ്റെ വംശീയതയ്ക്കെതിരെയും മൂലധനത്തിനെതിരെയും മുതലാളിത്തത്തിനൊക്കെ എതിരുന്ന റാഡിക്കൽ വിഭാഗമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ അടിച്ചമർത്താൻ തുടങ്ങി. ഒരുപാട് പേരെ അടിച്ചമർത്തി. അങ്ങനെ ഇവൻ്റെ അമ്മേനെ വന്നിട്ട് വലിച്ചിറക്കി അവനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുന്നു. അവിടെ അന്നേരം അവർ ഗർഭിണിയാണ്. ജയിലിൽ കിടന്നാണ് ഈ തുപാക്ക് ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. പിന്നെ അവനൊരു ലൈംഗിക അതിക്രമ കേസിൽപ്പെട്ടു. കേസിൽ നിന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഹോട്ടൽ മുറി എടുത്തു താമസിച്ചു. ഒരുമിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പം പെട്ടെന്ന് അവൾ നിലവിളിച്ചു. 19 വയസ്സുള്ളവന് നിലവിളിച്ചു. റേപ്പ് എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അതോടുകൂടി പിന്നെ അവൻ അറിയുന്നത്, പിന്നെ അവന് ഓർമ്മയുള്ളത് അവൻ ജയിലിലാണ്. അത് 4 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞു. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞു അവൾ എന്തിനാണ് പറഞ്ഞെന്ന്. അവൻ ഇങ്ങനെ കവിതയിൽ എഴുതുന്നതെന്ന് പറഞ്ഞ് എന്തിനാണ് അവളിങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്തോ ഉറക്കത്തിൽ കിടന്നു വിഭ്രമത്തിന് ഇടയോ മറ്റേ ഈ കൊച്ചി വിളിച്ച് പറഞ്ഞതിൻ്റെ പേര് ഇത്രയും പ്രതിഭയോട് കൂടിയത് ജയിലിലായി. അതിനുശേഷം ഇറങ്ങി വന്നതിന് ശേഷമാണ് വലിയ ടോപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കൃഷികളിൽ ഒരാളാവണ്ടായിരുന്നു 25. പക്ഷെ അവൻ്റെ കവിതകൾക്കൊക്കെ തുല്യമായ അമ്മയെ എങ്ങനെയാണ് കാണുന്നത്, അമ്മയുടെ പെങ്ങളെ എങ്ങനെ കാണുന്നു, അതേപോലെ തന്നെ ആ തെരുവ് കാലിഫോർണിയയിലാണോ ജീവിക്കുന്ന ആ കാലിഫോർണിയയിലെ ബ്ലാക്ക് യൂത്തിന് വിദ്യാഭ്യാസം അവരെന്താണ് അറിയേണ്ടെന്ന് ആരും അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. സെക്ഷുവാലിറ്റിയെ പറ്റി ഇപ്പം സെക്സ് വളരെ ഡ്രഗ് എന്താണ് ഡ്രഗ് ആരും അവരോട് പറഞ്ഞു കൊടുക്കാനില്ല. അവരെല്ലാവരും കുറ്റവാളികളായി കാണുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പുറം ഗെറ്റോകളിലേക്ക് തള്ളപ്പെടുന്നു. അതിനിടയ്ക്ക് അവർക്കെതിരെ പോലീസും ഗവൺമെൻറ്റും ഒക്കെ അവർ ഒരിക്കലും ഒരു ശത്രുക്കളോ അല്ലെങ്കിൽ സമൂഹത്തെ ദുഷിപ്പിക്കുന്നവരായിട്ടല്ലാതെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളുടെ അകത്തിലൂടെയാണ് അവൻ എഴുതുന്നത്. ഇങ്ങനെ റാപ്പേഴ്സ് ഇഷ്ടം പോലെ അമേരിക്കയിലുണ്ടാവുകയും അതേപോലെ ബ്ലാക്സിൽ നിന്ന് പുതിയ തലമുറ എഴുത്തുകാരും പാട്ടുകാരും ഒക്കെ ഉയർന്നു വരികയും സംഗീതം ചിലപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരൊക്കെ ഉയർന്നു വന്നവരെല്ലാം ഏറ്റവും താഴ്ന്ന പശ്ചാത്തലത്തിൽ നിന്ന് വരികയും ഇങ്ങനെ അവരുടെ ഇങ്ങനെ വികസിച്ച് വന്നവരാണ്. അവരുടെ പേരിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ചെയ്തും അതുപോലെ തന്നെ ഈ അവിടുത്തെ എന്നാ പറഞ്ഞ ബ്ലാക്ക് മേധാവികൾ വംശീയ മേധാവികൾ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പേരെ കേസുകളിൽ കൊടുക്കുകയും കൊല ചെയ്യപ്പെടുകയും പലരും വ്യാജ റേപ്പ് കേസിൽപ്പെട്ടു. പ്രത്യേകിച്ച് അമേരിക്കയിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്ലാക്സിന് ഒരു തരം ഈ കറുത്തവർ എന്ന് പറയുന്നവർ ഇവിടുത്തെ ബ്ലാക്ക് ദലിതരും അങ്ങനെ തന്നെ സവർണർക്ക് ഒരേ സമയവും ഭയവും ജനിപ്പിക്കും കാമനകളും ജനിപ്പിക്കും. ഉള്ള സ്ഥലത്ത് ഭയങ്കര അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ഒരേ സാധനത്തിനോട് ഭയവും അട്രാക്ഷനും ഉണ്ടാകുന്ന രീതിയിൽ ഒരു തരം മെറ്റഫോറിക്കലായിട്ടുള്ള ഒരു നിലനിൽപ്പാണ് ഇതുപോലെ പല പാർശ്വവൽകൃത വിഭാഗങ്ങൾ. ആ മെറ്റഫോറിക്കലായ നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ എപ്പോഴും വളരെയധികം അവർക്ക് സ്വാതന്ത്ര്യമോ സർഗാത്മകതയോ അംഗീകരിക്കാൻ സമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കാനായിട്ട് മേധാവികൾ വർഗം ശ്രമിക്കും. ഈ മേധാവിത്വ വർഗം ശ്രമിച്ചത് തന്നെയാണ് നമ്മുടെ വേടൻ്റെ ആയാലും തുപാക്കിൻ്റെ മേലും ഒക്കെ നടന്നിട്ടുള്ള അതിക്രമം എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. മറിച്ച് അവരുടെ ഈ ചെറിയ കുറ്റങ്ങളല്ല. ഈ കുറ്റം വേറൊരു ആളാണെങ്കിൽ, കാരണം നമുക്കറിയാം പലപ്പോഴും ഒരു കാലഘട്ടത്തിൽ മദ്യപിക്കുന്നതും കഞ്ചാവ് വലിക്കുന്ന പുരോഗമനത്തിൻ്റെ ലക്ഷണമായിരുന്നു. നമ്മൾ വലിയ റാഡിക്കലിൻ്റെ ലക്ഷണമായിരുന്നു അല്ലേ. അസ്തിത്വവാദം എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം കഞ്ചാവിനെ പറ്റിയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരുന്നവരാണ്. മാരി ജുവാന എന്നൊക്കെ പറഞ്ഞ് മഹത്വവൽക്കരിച്ചിട്ടുണ്ട് കാലഘട്ടമുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല പല സമൂഹങ്ങളും പുരോഗമനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം എന്താണ് മതിയായ മദ്യശാലകളൊക്കെ ഉള്ള സ്ഥലത്തേ കാണുള്ളൂ അല്ലേ. ഇപ്പം നമ്മൾ സൗദി അറേബ്യ ഇത് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് വലിയൊരു ഇതല്ലായിരുന്നു, എതിർപ്പല്ലായിരുന്നു അവിടെ. മദ്യമില്ല കുവൈറ്റിൽ തന്നെ മദ്യമില്ല എന്നുള്ള വലിയ ഒരു അപരിഷ്കൃതമായിട്ടല്ലേ കണക്കാക്കിയത്. പക്ഷേ അവർ ലിമിറ്റഡായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം മദ്യമൊക്കെ കൂടുന്നതിനെ ഒരു പുരോഗമനത്തിൻ്റെയും കൾച്ചറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുകയും
നോൺ കൾച്ചറിൻ്റെ പ്രശ്നമായിട്ടാണ് മദ്യം കഴിക്കാത്തവരെ നോൺ കൾച്ചറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ അടക്കമുള്ള പലരെയും നോൺ കൾച്ചേർഡ് ആയിട്ടല്ലേ, അൺകൾച്ചേർഡ് അല്ലെ അൺസിവിസൈഡ് ആയിട്ട് കാണുന്നതിന് കാരണം അവർ മതം പ്രാക്ടീസ് ഒന്നും മദ്യവും മഞ്ചാവും ഒന്നും കഴിക്കാതെ മതം 5 നേരം നിസ്കരിച്ച് ഇങ്ങനെ അപരിഷ്കൃതമായിട്ടാണ് കണക്കാക്കുന്നത്. ജർമ്മനിയിലെ ജൂത ജനത അങ്ങനെയായിരുന്നു. അവരും വളരെ ഒതുങ്ങി ഇങ്ങനെ ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭയാശങ്ക അവരെ കില്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ തരത്തിലുള്ള ഈ അസന്മാർഗികതയുടെ പേരും മയക്കുമരുന്നിൻ്റെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭരണകൂട വേട്ട ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലായി മാറും. അത് അമേരിക്കയിൽ തെളിയിച്ചാണ്. മയക്കുമരുന്നിനെതിരെ ബുഷ് ഭരണകൂടം ആരംഭിച്ച ഒരു വലിയ ഒരു ഇതുകൊണ്ട് അതാണ് പിന്നീട് ഗൾഫ് യുദ്ധത്തിലേക്ക് വരെ മാറുന്നത്. അത് കാരണം അപര സമൂഹങ്ങളെ കൃത്രിമമായ സ്ഥലം അപരിഷ്കൃതരാണെന്ന് പറയുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും ശരിയാവില്ല, ഒന്നും നല്ലത് വരില്ല. വരുവാണെങ്കിൽ അതായത് പിന്നെ അതറിഞ്ഞ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അവർ ഒന്നും കുഴപ്പവും ചെയ്യാത്ത ശിശുക്കളായിരിക്കുക, നിഷ്കളങ്കരായിരിക്കുക. നിഷ്കളങ്കർ ശിശിച്ചര് വിശുദ്ധി മാത്രമുള്ളവരായിരിക്കാൻ കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ പിശാശിൻ്റെ സ്വഭാവമുള്ളവർ മാത്രമായിരിക്കാം. ഒരേ സമയത്ത് പിശാശ് അല്ലെങ്കിൽ നിഷ്കളങ്കർ എന്ന് പറയുന്നത് 2 സ്ഥലത്ത് 2 ഇമാജിനേഷനിൽ മാത്രം ഈ അപര സമൂഹങ്ങളെ, പാർശ്വവൽക്കൃത സമൂഹങ്ങളെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വേടനെ എന്ത് ചെയ്യുന്നു? നിഷ്കളങ്കതയിൽ നിന്നല്ല പിശാശിലേക്ക് മാറ്റുന്നു. പിശാശായി കഴിഞ്ഞാൽ പിന്നെ അടിച്ചമർത്തുന്നു. പക്ഷേ ഈ അടിച്ചമർത്തലും പിശാശുവൽക്കരണത്തിനും കാരണം കഞ്ചാവാണെന്നോ മയക്കുമരുന്നാണെന്നോ അല്ലെങ്കിൽ അവൻ നടത്തിയിട്ടുള്ള സെക്ച്വാലിറ്റിയുടെ പ്രശ്നങ്ങളാണെന്നോ വരുത്തുന്നൊരു കഥയാണ്. അത് ആക്ച്വലായിട്ടുള്ള പ്രശ്നമല്ല. ആക്ച്വലായിട്ടുള്ളത് നിയമത്തിന് കാണാവുന്നതാണ്. പക്ഷേ നിയമം കാണുന്നതിന് പകരം പൊതു ശത്രുത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാർ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയും പോലെ ദളിത് കോളനികളാണ് മദ്യപാനത്തിന്റെയും അതുപോലെ തന്നെ അതിക്രമങ്ങളുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നു, മുഖ്യധാര എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? അതൊരു വരേണ്യത നിലനിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധിപാതം നിലനിൽക്കുന്നത് തന്നെ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ സാത്താനെ പുനർനിർമ്മിച്ച് ചെകുത്താന് നിൽക്കാൻ കഴിയുന്ന പോലെ ചില വിശുദ്ധ സങ്കല്പത്തിനകത്താണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം യൂറോപ്പ് എന്ന് പറയുന്നത് ആണല്ലോ നമ്മൾ പുരോഗതിയുടെ ഒരു ലക്ഷണം, ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കുന്നു. വലിയ പുരോഗതിയുണ്ട് അവിടെ. അല്ലെങ്കിൽ അവിടുന്ന് വന്ന പല സങ്കല്പങ്ങളാണ് നമ്മളിപ്പം പകർത്തുന്നത്. നമ്മൾ അവരെയാണ് അനുകരിച്ച് നല്ലതാവുന്നത്. പക്ഷേ യൂറോപ്പ് എപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? ഈ ആഫ്രിക്കൻ ജനത, ഏഷ്യൻ ദേശത്തെ ജനത, അതുപോലെ തന്നെ അറബ് നാടുകളിലെ ജനതകൾ, ഇവരൊരു അൺസിവിലൈസ്ഡ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഈ അൺസിവിലൈസ്ഡ് എന്ന് പറയുന്നത് പലപ്പോഴും പുരോഗമനം എന്ന് അവകാശപ്പെടുന്നവർ ഉണ്ടാക്കുന്നതാണ്. ഇവർ അൺസിവിലൈസ്ഡ് ആണെന്നതിന് ഒരു തെളിവുമില്ല. ഇവരുണ്ടാക്കിയ കഥയാണ്. അത് പിന്നീട് തെളിയിക്കപ്പെട്ടു. അതായത് ഇപ്പം ചിന്നു അച്ചാവ എന്ന് പറയുന്ന എഴുത്തുകാരനാണ്, പുള്ളി ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. വെള്ളക്കാരുടെ കാഴ്ചയിലുള്ളവരല്ല ഞങ്ങൾ, നിങ്ങൾ പറയുന്നതല്ല. അവിടെ അവരുടേതായ ഒരു സിവിലൈസേഷൻ ഉണ്ട്, അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, അവർക്ക് അവരുടേതായതുണ്ട്. പലപ്പോഴും വെള്ളക്കാരെക്കാളും മാനുഷികത ഉയർന്നതും വളരെ പരസ്പര സ്നേഹമുള്ളതും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതുപോലെ തന്നെ കോളനി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും അടിപിടി നടത്തുക, കൊല്ലുന്നവരും തില്ലുന്നവരുമാണെന്നും പെണ്ണുങ്ങൾ മുഴുവൻ വ്യഭിചാരികളുമാണെന്ന് പറയുന്ന ഒരു കഥ മാത്രമല്ല, അവിടെ ആർക്കും അക്രമം. ഇപ്പം മലയാളത്തിലൊരു സിനിമയിൽ ഒരു സിനിമയിൽ ഈ 2 തമ്പുരാക്കന്മാർ, അതാ സിനിമ ഞാൻ ഓർക്കുന്നില്ല, രഞ്ജിത്തിൻ്റെ ഒരു സിനിമയാണ്. 2 തമ്പുരാക്കന്മാർ തമ്മിൽ തല്ല് കൂടുന്നു, അടി ഉണ്ടാക്കുന്നു, അവസാനം ഒക്കെ ആകുമ്പോൾ. പക്ഷെ ഇവരൊരു ശ്രദ്ധ തിരിക്കാനായിട്ട് ചെയ്യുന്നത് കുറേ കോളനികൾ കത്തിക്കുന്ന ഒരു സിനിമയുണ്ട്. കത്തിക്കാന്നാണ് പറയുന്നത്. ഇപ്പം കോളനികളിലേക്ക് അക്രമം വ്യാപിപ്പിക്കുക എന്നൊക്കെ പറയുന്ന, പക്ഷെ ഇത് കോളനിക്കാരെങ്ങനെയാണ് ജീവിക്കുന്നവർ നോക്കിയിട്ടല്ല, ഒരു മുകൾ കൊണ്ടാണ്. പക്ഷെ കേരള സമൂഹത്തിൽ കോളനി എന്ന് പറയുന്നത് ആദ്യത്തെ പ്രശ്നം ദലിതർ എന്ന് പറയുന്ന കോളനികൾ വളരെ അപൂർവമാണ്. ദലിതരല്ല, പലരും കൂടിയാണ്. കോളനി സംവിധാനത്തിൽ തന്നെ ദലിതർക്ക് ഒപ്പം തന്നെ 10%, 20% മറ്റുള്ളവരുമുണ്ട്. അപ്പം ദലിത് കോളനി നമ്മൾ പറയുമെങ്കിൽ പോലും ഒരു മിക്സഡ് ആണ് ആ കോളനികൾ. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൽ വലിയ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം കൂലി കൂടുതലാവുന്നു. ദലിത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയവരായി, ഷോപ്പുകളിലൊക്കെ പോകുന്നവരായി, ഇങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പരിവർത്തനം വരുന്നുണ്ട്. ഈ പണം ഉണ്ടെന്ന് പറഞ്ഞാൽ 10, 100, 200 ഒക്കെ കൂലി കിട്ടുമ്പം
അനിശ്ചിതത്വം കൂടുമ്പോഴത്തേനും പലപ്പോഴും ഒരിക്കലും വീട്ടിലൊക്കെ ഇതുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും എൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കോളനികളിലൊക്കെ നോക്കുമ്പോഴത്തേനും സ്ത്രീകൾ നന്നായിട്ട് പ്രാപ്തി നേടിയിട്ടുണ്ട് ഭർത്താക്കന്മാരെ നോക്കാനും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഉത്തരവാദിത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാനവിടെ ഇത്രയും വർഷം എൻ്റെ അടുത്ത് ഒറ്റ കള്ളുകുടിയന്മാരെ ഞാൻ കാണുകയോ ചെയ്തിട്ടില്ല. വളരെ മറ്റുള്ള, മറിച്ച് മധ്യവർഗത്തിനകത്തും സമ്പന്ന ഉപരിവർഗത്തിനകത്ത് വളരെയധികം മദ്യപാനം കൂടുകയും ഒക്കെ ചെയ്യും. അവരുടെ പണം ഒരുപാടുള്ളത് കൊണ്ട് അവർ അത്രയും കൂടുമ്പോൾ റിലേറ്റീവ്ലി നന്നായിട്ട് മദ്യപാനം കുറയുകയും തമ്മിത്തല്ല് കുറയുകയും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയെല്ലാം കുറഞ്ഞ് വളരെയധികം മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ നമ്മൾ കാണുന്നതിന് പകരം ഒരു ശത്രുത അല്ലെങ്കിൽ അപരദേശമായിട്ട് ഈ കോളനികളെ നിലനിർത്തുന്നതിൽ നമ്മുടെ വരേണ്യതയ്ക്കാണ്, കേരള സമൂഹത്തിലെ വരേണ്യർ ഉണ്ടാക്കിയൊരു കാഴ്ചപ്പാടാണ്. മറിച്ച് ഇതിൻ്റെ മാറ്റം എന്താണെന്നുള്ളതിനെപ്പറ്റി ഇവിടെ നിന്നുള്ള റെക്കോർഡുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെയൊക്കെ പോയി ജീവിച്ച് കഴിച്ചാൽ മനസ്സിലാവും. വളരെ കാര്യമായിട്ട് അവരുടെ പണം കൊണ്ടും വളരെ ഏറ്റവും നന്നായിട്ട് അതിജീവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഏറ്റവും കൂടുതൽ അതിജീവിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുകയില്ല. കാരണം മറ്റൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് പണം കൂടുതൽ കിട്ടുകയും പണാധിപത്യ സമൂഹമായി മാറിയപ്പോൾ അതിനോട് നന്നായിട്ട് പൊരുത്തപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അതായത് വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പോലും PDC വരെയെങ്കിലും എത്തുന്ന സ്ത്രീകൾ മിക്കവാറും എല്ലാവരും. അതും പിന്നെ അതുപോലെ തന്നെ ദളിത് കുടുംബങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. മിക്കവാറും എല്ലാവരും അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പം അലമ്പന്മാരും കുഴപ്പക്കാരും എല്ലാ സമുദായത്തിലും ഉണ്ട്, അത് വേറൊരു കാര്യമെങ്കിൽ പോലും കുടുംബം വളരെ പ്രാധാന്യത്തോട് കൊണ്ടു നടന്നാതല്ലാതെ അവർക്ക് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ സ്നേഹമൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് കുടുംബങ്ങളിലാണ്. അത് ഈ നമ്മുടെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരികളൊക്കെ പലതും സൂചിപ്പിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ശരിയാണ്. ഇപ്പം ഒരു ആലീസ് വാക്കർ എന്ന് പറയുന്നൊരു എഴുത്തുകാരിയുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആണുങ്ങൾ ജോലി തേടി പോകുമ്പോൾ പഴയ അമേരിക്കയിൽ ആണുങ്ങൾ തേടി പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ല. കാരണം മിക്കവാറും കുഗ്ലുകാൻ പോലുള്ള സംഘങ്ങൾ അവരെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന സമൂഹം ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർ. ഈ സമയത്ത് സ്ത്രീകളിങ്ങനെ വളരെയധികം പ്രാർത്ഥിച്ച് ഇങ്ങനെ വരാനായിട്ട് കാത്തിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയുന്ന ഈ ഭർത്താവ്, ഭാര്യ, മക്കൾ എന്ന് പറയുന്നതോടാണ് അവർക്ക് എന്തെങ്കിലും സമൂഹം അവരെ സ്നേഹിക്കുകയോ അവർ നല്ലതായിട്ട് തിരിച്ചു കാണിക്കുകയോ അല്ലെങ്കിൽ അവർ കിട്ടുന്നില്ല. അവർക്ക് റെസ്പെക്റ്റ് അവർക്ക് കിട്ടുന്നില്ല. മറിച്ച് അവരുടെ അകത്താണ് റെസ്പെക്റ്റ് കൂടുതലായി കിട്ടുന്നത്, അല്ലേ? ഒരു ദലിതന് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത്, ഒരു ദലിത് സ്ത്രീക്ക് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നത് അവൻ്റെ കുട്ടിയിൽ നിന്നും, അവളുടെ കുട്ടിയിൽ നിന്നും, ഭർത്താവിൽ നിന്നും, സഹോദരന്മാരിൽ നിന്നാണ്. സത്യമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണുന്നത്. ഏറ്റവും കൂടുതൽ ശത്രുതയെ പരസ്പരം അവർ ശത്രുക്കളായിട്ട് തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വളരെ തെറ്റായ ഒരു കൺസെപ്റ്റാണ്. ഇവർക്ക് എന്നുള്ളതൊക്കെ ഒരു വെറും തെറ്റാണ്. കാരണം അവർക്ക് കൂടുതൽ റെസ്പെക്റ്റൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ്. കുടുംബത്തെ പ്രാധാന്യം റെസ്പെക്റ്റിനെ പ്രാധാന്യമാണ്. റെസ്പെക്റ്റാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കറൊക്കെ പറയുന്നത് കുടുംബം ഒരു പ്രാഥമികമായി തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു യൂണിറ്റായിട്ട് അംബേദ്കർ കണ്ടു. പോലും പുരോഗമനകാരികൾ കുടുംബം ഒരു വലിയ തകർച്ച ഉണ്ടാക്കുന്നു, അതിനെ തകർത്ത് കളയണം എന്ന് പറയുമ്പോൾ തലതിരിഞ്ഞാണ് അംബേദ്കറൊക്കെ പറയുന്നത്. കുടുംബം വളരെ സംരക്ഷിക്കപ്പെടേണ്ട കുടുംബം നമ്മുടെ സ്റ്റേറ്റിനെ പോലെ തന്നെ സ്റ്റേറ്റിലേക്ക് വികസിക്കണം എന്ന് അദ്ദേഹം പറയും. തലതിരിച്ചാണ് പറയുന്നത്. ആ വ്യത്യാസം ഇവിടെയുണ്ട്. അടിസ്ഥാനപരമായിട്ട് കുടുംബപരമായിട്ട് അവരുടെ കുടുംബം ഇപ്പോൾ സ്ട്രോങ് ആണ്, മറ്റുള്ളവരെക്കാളും സ്ട്രോങ് ആണ്. അതനുസരിച്ച് അവർ വളരെയധികം മാറ്റങ്ങൾ വിഷയമായിട്ടുണ്ട്. കേരളത്തിൽ മദ്യപാനമൊക്കെ ഏറ്റവും കുറവവരാണ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവമാണ്. ലഹരി കേസുകളിൽ കോളനികളിൽ ജീവിക്കുന്ന ആളുകളെ പ്രതികളാക്കി മാറ്റുമ്പോൾ സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത എന്തായിരിക്കും? ലഹരി കേസുകളിൽ ഇപ്പം കേരളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആരെയാണ് പൂർണ്ണമായിട്ട് പിടിക്കുന്നത് നോക്കുക. അതിൻ്റെ റെക്കോർഡുകൾ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദലിതരെയാണോ കൂടുതലായി പിടിക്കുന്നത്, അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ലഹരി കേസുകൾ നമുക്കറിയില്ല. ലഹരി കേസുകൾ കേരളത്തിലെ തൊഴിലില്ലായ്മ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൂടുതൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാവും എന്നുള്ള കുറേ പേരുടെ ഇതുമൊക്കെയായിട്ട് ബന്ധമുണ്ട് ലഹരി കൊണ്ട് നടക്കുന്നത്. അതായത് പണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ദലിതരാണോ ഇതിനകത്ത് പെടുന്നെന്ന് നമുക്ക് അതിൻ്റെ റെക്കോർഡില്ല. അതുകൊണ്ട് അവരെയാണ് കൂടുതലും പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. മറിച്ച് പലപ്പോഴും നമ്മൾ പത്രത്തിൽ വരുന്ന ഫോട്ടോകളും അവരുടെയൊക്കെ കാണുമ്പോഴത്തേന് ഒരു
പണം ശ്രമിക്കാനുള്ള എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ഇപ്പം മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, അതേപോലെ പലതരത്തിലുള്ള ആൾക്കാരെയാണ് ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നത്. കോളനി കേന്ദ്രീകരിച്ച് ലഹരി എന്ന് പറയുന്നത് കോഴിക്കോടൊക്കെ ചില സ്ഥലങ്ങളിൽ നേരത്തെ ഉൾക്കൊണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതും പറഞ്ഞ പോലെ ആ പ്രദേശം വെച്ച് നോക്കുമ്പോഴത്തേനും അവിടുത്തെ എല്ലാവരും വളരെ കുറഞ്ഞ പേരാണ്. അപ്പം അങ്ങനെയുള്ള നിൽക്കുന്നതല്ലാതെ ലഹരി വ്യാപാരവും ലഹരി ഉപയോഗവും ദലിത് കേന്ദ്രീകരിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, അതിന് റെക്കോർഡില്ല. മറിച്ച് ഇവര് ലഹരി ഉപഭോഗിക്കുന്നവരാണ്. അതായത് കൂടുതൽ അതിൻ്റെ വിൽക്കുന്നവരും ഒക്കെ ചെയ്യുന്ന അതിലൂടെ ഒരു തരം സമൂഹത്തെ ദ്രോഹിക്കുന്ന ഒരു വിഭാഗമായിട്ടല്ല, മറിച്ച് ഇത് കൂടുതൽ കഞ്ചാവ് അടിക്കുന്നവരായിട്ടും ലഹരി കിട്ടുന്ന പണിയെടുക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസ കള്ളുപിടിച്ച് കളയുകയും കുടുംബം സംരക്ഷിക്കാതിരിക്കുകയും വീട്ടുകാർക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ഒരു ചിത്രമാണുള്ളത്. ആ ചിത്രമാണ് സിനിമയിലും ഒക്കെ തറഞ്ഞു നിൽക്കുന്നത്. അതായത് മദ്യപാനവും അതുപോലെ തന്നെ തത്തുല്യമായ എല്ലാ കുഴപ്പങ്ങളും അവിടുത്തെ ഒരു ഇതായി മാറുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ റെക്കോർഡ് വെച്ച് നോക്കുമ്പോഴും ഇതുപോലത്തെ ക്രൈം റെക്കോർഡ് വെച്ച് നോക്കുകയും അതേപോലെ തന്നെ ലഹരി ഉപയോഗത്തിൻ്റെ ഒക്കെ തോതും അളവും ഒക്കെ വെച്ച് നോക്കുമ്പം ഇവരിലല്ല നിൽക്കുന്നത്. പക്ഷേ സമൂഹം കെട്ടിച്ചമച്ചത്. അതിന് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വരേണ്യവർഗം അവരിലും താഴ്ന്ന ചില വിഭാഗങ്ങളെ ഒരു കൊള്ളരുതായത്തവർ ധാർമ്മികമായിട്ടും മോശപ്പെട്ടവരായിട്ടും ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിട്ടും ചിത്രീകരിച്ചു കൊണ്ടാണ് ഇവരുടെ ചൂഷണം നിലനിർത്തുന്നത്. അതുകൊണ്ട് ചൂഷണം നിലനിൽക്കുന്ന ഒരു സമ്പ്രദായവും പിന്നെ വരേണ്യർ എന്ന് പറഞ്ഞ ഒരു അല്ലെങ്കിൽ സമൂഹത്തിലെ മുതലാളിത്ത വർഗം അല്ലെങ്കിൽ സവർണവർഗം എന്ന് പറയുന്നത് പണിയെടുത്തുണ്ടാക്കിയവരൊന്നുമല്ല. ഒരു വിവിധ തരത്തിലുള്ള അല്ലേ പലതരത്തിലുള്ള ചൂഷണങ്ങളിലൂടെയൊക്കെ ഉണ്ടായവരല്ലേ, പാരമ്പര്യ സ്വത്തിലൂടെയൊക്കെ ഉണ്ടായവരാ. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് പറയാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടാകുന്നത്. ഇപ്പം അപ്പന ഈ വേടനൊക്കെ പോലുള്ളവർക്കെതിരെയുള്ള വെറുപ്പിന് കാരണങ്ങളിലൊന്ന് ഇവർ നല്ല സമ്പത്ത് കിട്ടുന്നവരായി മാറി. സമ്പത്ത് ഇപ്പം മിമിക്രിക്കാരോട് ഒരു കാലത്ത് ഭയങ്കര വെറുപ്പല്ലായിരുന്നു. മിമിക്രി ഇപ്പം വളരെ ഒരു മിമിക്രിക്കാർ നല്ല കാശ് കിട്ടുന്നവരായി മാറി. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട വരേണ്യരെ അടുപ്പിക്കില്ലായിരുന്നു. പക്ഷെ പൊതുജനം കാണുന്നത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ താല്പര്യമായി മാറിയപ്പോഴത്തേന് ഇതൊരു ഇതായി മാറി, ഇവർക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അങ്ങനെ സമ്പത്ത് വിനിയോഗിക്കപ്പെടുന്ന സമ്പത്ത് ഇങ്ങോട്ട് ഇതുപോലത്തെ അപരിഷ്കൃതർ എന്ന് പറയുന്നവരിലേക്ക് എത്തുന്നതിൽ ഭയങ്കര വിരോധമുണ്ട് കേട്ടോ. ഇപ്പം വേടനെപ്പോലുള്ളവർക്ക് എന്ന് പറയുന്നത് ഇതേ നിലയിൽ നല്ല പൈസക്കാരനാണ്, ഒന്നുമില്ലാത്തവൻ പൈസക്കാരനാവുന്നു. അത് ഒരുപാട് പേരാവുന്നുണ്ട്. ഇപ്പം റീല് കൊണ്ട് അല്ലേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ പുതിയ തരത്തിലുള്ളൊരു സമ്പദ് വ്യവസ്ഥ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ പലർക്കും വലിയ അലോസരം ഉണ്ടാക്കുന്നു. അതിൻ്റെ ടാലൻറ്റ് മാത്രമല്ല, നമ്മുടെ കാൽപ്പന. ഇപ്പം ചില ഇൻഫ്ലുവൻസേഴ്സിനോട് നമുക്ക് ചില താല്പര്യം കൊണ്ട് തോന്നുവാണ്. അപ്പോൾ കാമനകളെയാണത്, അഭിലാഷങ്ങളെയാണ് അവർ നോക്കുന്നത്. മറ്റത് അഭിലാഷങ്ങളെ നോക്കുമ്പോൾ തന്നെ അതിനൊരു വരേണ്യത ഉണ്ട്. ആ അഭിലാഷങ്ങളുടെ വരേണ്യത നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ തൃഷ്ണകളുടെ വരേണ്യത നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള പ്രത്യേകിച്ച് വിർച്വൽ വേൾഡിൻ്റെ വികാസത്തോടു കൂടി അത് ഭയങ്കര ഇതോടുകൂടി പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളിലേക്ക് സമൂഹം എത്തുകയല്ലാതെ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൽ ഇടപെടുന്നവരെ കുറ്റവാളികളാന്ന് പറയുകയോ അവരെന്ന് പറഞ്ഞൊരു ചിന്തയാണ് പണ്ടുമുള്ളതാണ്. ചെറുപ്പക്കാരെല്ലാം മോശമെന്ന് പറയുന്നതിന് തുല്യമായ. പക്ഷെ നമ്മൾ പഴയ നോവലുകൾ 400 വർഷം മുമ്പത്തെ നോവൽ വായിക്കുമ്പം അവിടെയും പറയുന്നുണ്ട് ചെറുപ്പക്കാർ മോശമാണ്, മുതിർന്നവരാണ്. വേണ്ട, മഹാഭാരതം വായിച്ചു നോക്കുവാണെങ്കിൽ മഹാഭാരതത്തിൽ ആൾക്കാർ ചർച്ച ചെയ്യുമ്പോഴത്തേന് പറയുന്നുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ മോശമെന്ന് പറയുന്നുണ്ട്. അതുപോലൊരു തുടർച്ചയുള്ള കാര്യങ്ങളാണ്. ഇവർ വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക മാത്രമാണ് മാറുകയുള്ളൂ. അല്ലാതെ ഇവരെ നിരാകരിക്കുക എന്ന് പറയുന്നത് സാംസ്കാരിക വാദവും അത് ഫാസിസവുമാണ്. ഇപ്പോൾ വേടന്റെ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ നിന്നും പിന്നെ പുലിപ്പല്ല് വരെ എത്തിയൊരു കേസിന്റെ ചർച്ചാവേളയിലൊക്കെ പിന്നീട് നമ്മൾ കാണുന്നത് വേടനെതിരെ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ഉയർന്നിട്ടുണ്ടായിരുന്ന മീടു വിവാദമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ പരാമർശിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ ഒരു വിഷയത്തിൽ? പക്ഷെ ഞാൻ കാര്യമായിട്ടത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു ഇതായിട്ടാണ് നിൽക്കുന്നത്. കാരണം പല തർക്കങ്ങളും പലതുണ്ട്. എന്ത് പറഞ്ഞാലും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് 19ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. അതിന് എന്നാണ് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാനത് ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. ഇപ്പം
മുറികൾ ഇപ്പം ഇപ്പം എൻ്റെ വീടാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയാൽ, ഞാനും വൈഫും ജോലിക്ക് പോയാൽ എൻ്റെ 2 ആൺപിള്ളേരുണ്ട്, അല്ലെങ്കിൽ പെൺപിള്ളേരുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ അവർക്ക് കഴിയും. മാത്രമല്ല പണവും ഉണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് പണം ഇല്ലല്ലോ. അതുപോലെ തന്നെ ഓരോ ഹോട്ടലുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം, ലൈംഗിക സ്വാതന്ത്ര്യം അടക്കമുള്ള കൂടുതൽ വിനിയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള സമൂഹമായി മാറിയിട്ടുണ്ട്. അതൊരു കാരണമുണ്ട്. അപ്പം നമ്മൾ പല സ്ഥലത്തും പോയി കഴിഞ്ഞപ്പോൾ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അറിയുന്ന അതിന് തുല്യമായി തന്നെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മദ്യപിക്കുക, അവർക്ക് ഒരുമിച്ച് മുമ്പിൽ കൂടുവാനൊക്കെ വളരെയധികം വലിയ ഇടങ്ങൾ പുതിയതായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൂടാനും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. മദ്യപിക്കുകയും കഞ്ചാവടിക്കുകയൊക്കെ ചെയ്യുന്നൊരു തലമുറ. ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധങ്ങളുടെ അകത്തും വലിയ മാറ്റം വന്നു. അപ്പോൾ ഇവരൊക്കെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ചില ലൈംഗിക ബന്ധങ്ങളുടെ അകത്തുനിന്നുണ്ടായ പരാതിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ പരാതി കൊടുത്തിട്ടില്ല, ആരോപണങ്ങൾ വന്ന് അവനത് മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത, അത് സംസ്കാര വളർച്ചയുടെ ഭാഗമായിട്ടുള്ളതല്ല. അതല്ലാതെ ഈ കുറ്റവാളിയാക്കപ്പെടുകയോ തെറ്റ് ചെയ്ത ആണായാലും പെണ്ണായാലും നിരാകരിക്കാനല്ല. എന്നാൽ തന്നെ ഒരു പഴയ പള്ളിയിലച്ചന്മാരെ പോലെ കുമ്പസരിച്ച് നന്നാവാൻ പറയുക ധർമ്മോപദേശമല്ല. പുതിയ രീതി കൾച്ചറിനെ തന്നെ വികസിപ്പിച്ച വലിയൊരു ധാർമ്മികമായ ബോധം സമൂഹത്തിൽ തന്നിട്ടുള്ളതാണ്. ആ സ്ത്രീകളുടെ സ്വരമില്ലായ്മയിൽ നിന്ന് സ്ത്രീകളുടെ സ്വരത്തിലേക്കും സ്ത്രീകളുടെ ലോകബോധവും കൂടെ സമൂഹത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് സമൂഹം ഒരുപാട് പരിഷ്കരിക്കപ്പെട്ടു. അപ്പം അതാണ് വേറെ സ്ത്രീകളുടെ ഒരു പ്രസൻസ്, ഒരു വിസിബിലിറ്റി. ഇപ്പോൾ ഒരു സമ്മേളനത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വേണമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നെങ്കിൽ പോലും, അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ പോലും, പക്ഷേ സ്ത്രീകൾക്ക് എന്ത് പറയാനുള്ള, അവരെന്ത് പറയുന്നു, അവരെങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീവാദപരമായ ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിന് ഒരു ക്രൈം, ഇപ്പം വേറെ ആരെങ്കിലും ഒരു ക്രൈം, സെക്ഷുവലൈസ് ക്രൈം ചെയ്താൽ തന്നെ അതിന് ഒരു ഭരണകൂട അല്ലെ കുറ്റവാളി, ക്രിമിനൽ എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടുന്ന ഒരാളെന്നതിനപ്പുറം അവൻ്റെ ആത്മപരിശോധനയ്ക്കും അവന് സ്വയം മാറിക്കൊണ്ടുവരാനും അവനെ നീതിബോധത്തിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യവുമ്പോഴാണ് ഫെമിനിസം. ആ രീതി ഫെമിനിസം അതിൻ്റെ എമ്പതി എന്ന് പറയുന്നത് ഒരു ദയയുടെയും സ്നേഹത്തിൻ്റെയും ഹീലിങ്ങിൻ്റെയും, അത് മനുഷ്യനെ മുറിവുണക്കലും ഒക്കെ ആയി മാറിയ ഒരു ഫെമിനിസത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങനെയും കൂടിയാണ് ഫെമിനിസം. അല്ലാതെ ഫെമിനിസത്തിനൊരു തീവ്രമായിട്ട് ശത്രുത ഉണ്ടാക്കിയത് കൊണ്ടല്ല ഫെമിനിസം സാധ്യമായത്. ഇപ്പം ദളിത്വാദം ഉണ്ടായത് സവർണനെ പ്രതിയാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആധുനിക സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടും അധികാരത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അധികാരത്തെ വികസിപ്പിക്കാനുണ്ടായതാണ്. പുതിയ തരത്തിലുള്ള ഒരു അധികാരവാസനകൾ കുറയ്ക്കാനാണ് ഉണ്ടായതാണ്. അതുപോലെ ഫെമിനിസം ഉണ്ടായത് ഈ പറഞ്ഞ പോലെ പുതിയ തരത്തിലുള്ള മനുഷ്യരുടെ മേലുള്ള പുതിയ തരത്തിലുള്ള ഈ ക്രിമിനാലിറ്റിയൊക്കെ കുറയ്ക്കാനും ഒക്കെ മൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പം വളരെ വിശദമായിട്ട് ഈ ബെൽ ഹൂക്സിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിലിങ്ങനെ ഈ അമേരിക്കയിലെ റാപ്പേഴ്സും ഗാങ്സ്റ്റർ മ്യൂസിക് നടത്തുന്നവരും അങ്ങനെ നടക്കുന്നതുകൊണ്ട് വയലൻ്റായ സമൂഹമാണ്. വയലൻസ് അവരുടെ അതിതീവ്രമായ വയലൻസ് അവരുടെ ഭാഷയിലും ഒക്കെ ഉണ്ട്. കാരണം അങ്ങനെയാണ് എപ്പോഴും വെടിയേറ്റ് മരിക്കപ്പെടുന്ന സ്ലംസി എന്നൊക്കെ, ന്യൂയോർക്കിലൊക്കെ സ്ലംസി എന്നൊക്കെ വരുന്ന ചെറുപ്പക്കാർ, അവർ ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. ഇവരൊക്കെ വന്ന ഇതിലൊക്കെ അതിനൊക്കെയുള്ള സ്ത്രീ വിരുദ്ധതയുടെ പ്രശ്നങ്ങളും എല്ലാം പക്ഷെ ഇവർ വളരെ മാനുഷികമായിട്ടാണ് പരിശോധിക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി 2 വശമുണ്ട്. അപ്പോൾ ഇവന് പരിവർത്തനപ്പെടാൻ കഴിയുന്നൊരു വശമാണ് കൂടുതലായിട്ട് കണക്കാക്കപ്പെടേണ്ടത്. അല്ലാതെ ഇത് വളരെ പ്രഗത്ഭന, ഞാൻ പറഞ്ഞു, ലോകത്തിലെ തന്നെ ഇന്ന് കാണപ്പെടുന്ന, ലോകത്തിന് തന്നെ ഉയർന്നു വരാൻ സാധ്യതയുള്ള രീതിയിൽ തുല്യനായ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും അവൻ്റെ പാകപ്പിഴകളായിട്ട് അവൻ തന്നെ കുറ്റസമ്മതം കൊണ്ട് മാത്രമല്ല അവർ പരാതിപ്പെട്ടാൽ ശിക്ഷ കൊടുക്കേണ്ടതുമായ കാര്യങ്ങളുമാണ്. പക്ഷേ അതിൻ്റെ മേലിൽ ഒരു ഫെമിനിസത്തിൻ്റെ അതിൻ്റെ ഒരു മാനുഷികമായൊരു പരിഗണനയിലാണ് കാണുന്നത് എല്ലാവരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വിചാരിച്ച ഒരു ധാർമ്മിക പ്രവൃത്തിയൊന്നുമല്ല. ഇങ്ങനെ കണ്ടാൽ മാത്രമായിരിക്കും. ഇവരിലൂടെയൊക്കെ വന്ന ഒരാളല്ലോ അല്ലേ, ഇവൻ്റെ അമ്മയും ശ്രീലങ്കക്കാരി തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഇവൻ്റെ പെങ്ങള്, അല്ലെ ഇവൻ്റെ കാമുകി,
ഇവരൊക്കെ അകത്തൊക്കെ കൂടെയല്ലേ അവൻ വന്നത്. അല്ലാതെ ഒരു ക്രിമിനലായിട്ട് വന്നും ക്രിമിനലായിട്ട് പോകുന്ന ഒരു ആളാവാതിരിക്കാനായിട്ട് ഉള്ളൊരു ബല ഒരു ഒരു ആത്മീയമായൊരു ഹീലിംഗ് ആണ് അവന് കൊടുക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണുള്ളത്. അതല്ലാതെ പരാതികൾ നിലനിൽക്കുന്നവർക്ക് ഭയങ്കരമായ അക്രമം അവനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവൻ ശിക്ഷിക്കപ്പെട്ടാലും അങ്ങനെയുള്ള ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. ആധുനിക കാലത്ത് ഒരുപാട് കവികളും കലാകാരും ഒക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അവർ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് സമൂഹം. അതുകൊണ്ട് അവരുടെ സാഹിത്യവും അവരുടെ കലാപ്രവർത്തനമൊന്നും റദ്ദാവുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെ നമുക്ക് സ്നേഹിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നല്ല കൃതികളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതിനൊരു കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം. അവനെ വ്യക്തിയിൽ കാണേണ്ട അവൻ്റെ സംഭാവനകൾ. ഇപ്പോൾ കേരളത്തിലെ മയക്കുമരുന്ന് വേട്ട സീനോറ്റോഡക്സ് എന്ന് പറയുന്ന സമയത്ത് അത് കഞ്ചാവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഞ്ചാവിൽ മാത്രം ശ്രദ്ധ തിരികുകയും രാസലഹരി എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ഇപ്പോഴും അതിൻ്റെ പിടി കിട്ടാതിരിക്കുകയും ചെയ്യാണ്. ഇത് പറഞ്ഞാൽ രാസലഹരി വളരെ ശക്തമായ രീതിയിൽ കണ്ടുപിടിക്കേണ്ട വളരെ ഇതാണ്. പക്ഷേ ഈ അടുത്ത ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് പറയുന്നത്, കെജ്രിവാളില്ലേ, മുൻ ഡൽഹി മുഖ്യമന്ത്രി, അദ്ദേഹം കുറിച്ച് കണക്ക് പറയുന്നുണ്ട്. ഇത് മിക്കവാറും അവിടെ ഈ രാസലഹരി വരുന്നതെല്ലാം ഗുജറാത്തിലാണെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം കുറേ ഫാക്ടറികളുടെ പേരുകൾ പോലും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വളരെ ഭയങ്കര വമ്പം പണക്കാരും വലിയ റാക്കറ്റുകളുമാണ് ഇതുണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ വളരെ അതിതീക്ഷ്ണമായ അപകടമാണ്. ഇപ്പം ഹിപ്പി പ്രസ്ഥാന കാലമുണ്ട് അമേരിക്കയിൽ. അമേരിക്കയിലുണ്ടായ ഹിപ്പി പ്രസ്ഥാന കാലത്താണ് ഈ പലതരത്തിലുള്ള ലഹരികൾ ഉയർന്നു വന്നത്. 2 ലക്ഷം പേരാണ് അന്നത്തെ മയക്കുമരുന്നിൽ കുട്ടികളുടെ ഒരു തലമുറ 2-3 വർഷം കൊണ്ട് മരിച്ചെന്നാണ് പറയണത്. അതിന് തുല്യമായ രീതിയിൽ രാസലഹരി നമ്മുടെ വലിയൊരു തലമുറയെ നശിപ്പിക്കുകയും കുട്ടികളെ നശിപ്പിക്കുകയും ചെയ്ത് എത്തുവാണെങ്കിൽ. അപ്പോൾ അതൊരു മാത്രമല്ല, ഇതിൻ്റെ അഡിക്ഷൻ വളരെ കൂടുതലാണ്. ഫിസിക്കലായിട്ട് വലിയ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിനെ ഒരു ഇതും ചെയ്യാതെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഈ കഞ്ചാവ് ഇവിടുത്തെ ഗവൺമെൻറ് വിചാരിച്ചാൽ നിരോധിക്കാവുന്ന ആൾ. കാരണം ഇവിടുത്തെ തോട്ടങ്ങളുണ്ട്, ഇടുക്കിയിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഒരു കാലത്ത് ഇയാൾ നമ്മുടെ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കുറേ കഞ്ചാവ് തോട്ടങ്ങളൊക്കെ വെട്ടാൻ പോയില്ലേ. പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പിൽ വിനിമയത്തിലും വിൽപ്പനയിലും കോടിക്കണക്കിന് രൂപയുടെ വിനിമയവും രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസ് അധികാരികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവ പൂർണ്ണമായി പിടിക്കപ്പെടാതിരിക്കുകയും. പ്രത്യേകിച്ച് രാസലഹരി എന്ന് പറയുന്നത് വളരെ ടോപ്പായ ആരോ നിയന്ത്രിക്കുന്നതാണ്. ആ ടോപ്പിലേക്ക് എത്താതെ ഈ പറയുന്ന ഒരു കൗതുകം കൊണ്ട് ഇപ്പം പറഞ്ഞില്ല, 10 പേരുടെ പേര് അവർ വലിക്കുന്നുണ്ടാവില്ല. ആരോ ഒരാളായിരിക്കും ചിലപ്പോൾ പോലും. പക്ഷെ നമ്മൾ 10 പേരും ഇപ്പം പറഞ്ഞല്ലോ, ഏടൻ്റെ ഗ്രൂപ്പിൽ ആരാന്ന് പോലും അറിയില്ല, ഗ്രൂപ്പ് ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാവരും ഒന്നും ആവില്ല, എല്ലാവർക്കും ഒരിക്കലും ഇതുപോലത്തെ പറ്റില്ല. ഇപ്പം മദ്യം വേണമെങ്കിൽ കുറച്ച് പേരൊക്കെ 5-6 പേരിരുന്ന് കഴിക്കും. പക്ഷെ ഇത് അങ്ങനെ കഴിക്കുന്ന സാധനമല്ല. ചിലരുടെ ടേസ്റ്റ് അനുസരിച്ച് മാത്രമേ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ കഴിയുള്ളൂ. അതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് കഞ്ചാവ് എന്ന് പറയുന്നതിന് ഇത്രയും ഇതിന് കാരണം എനിക്ക് തോന്നുന്നത് വിദേശം അത് നിയന്ത്രിക്കുവാണെങ്കിൽ സമൂഹത്തിൽ പോകും. പക്ഷെ പല രാജ്യങ്ങളിലും കഞ്ചാവ് നിരോധനം പിൻവലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിരോധനം പിൻവലിക്കുന്ന അഭിപ്രായം എനിക്കില്ല. എനിക്കത് വളരെ അപകടകരമായിട്ട് തന്നെയാണ് കഞ്ചാവിനെ പറ്റിയുള്ള അഭിപ്രായം. എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതിനേക്കാളും അപകടം പിടിച്ചതാണ് സിന്തറ്റിക് ഡ്രഗ്സ്. അത് വളരെ ഇതാണ്. പക്ഷെ ഗവൺമെൻറ്റുകൾ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. വാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് വളരെ മുകളിലേക്ക് എത്തും. അത് എത്താൻ സമ്മതിക്കില്ല. നമുക്കറിയാലോ, ഇപ്പം തീവ്രവാദി ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നു. പക്ഷെ മുകളിലേക്ക് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു എന്ന് പറഞ്ഞ പോലെ അതിന് പകരം നമ്മൾ പെട്ടെന്നൊരു മുസ്ലിങ്ങളാന്ന് പറയും, അല്ലേ? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുടെ പേര് കേട്ട ഉടനെ തീവ്രവാദിയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തും, അല്ലെങ്കിൽ മതമായിട്ട് ബന്ധപ്പെടുത്തുന്ന പോലെ തന്നെ ഈ കഞ്ചാവ് രാസലഹരിയൊക്കെ ഒരുതരം ഹതപ്പതിച്ച് ആരോ ചെയ്യുന്നതാണെന്ന് വരുത്തും. യഥാർത്ഥത്തിൽ വലിയ ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അത് മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതിലേക്ക് എത്താനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗവൺമെൻറ്റുകൾ ഇടതായാലും വലതായാലും മുകളിലിരിക്കുന്ന അവരായാലും അവർക്ക് ഇതിൻ്റെയൊക്കെ വിഹിതം കിട്ടുന്നതുകൊണ്ടും ഒക്കെ കൂടിയാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
ഇതേപോലെ തന്നെ ഇപ്പോൾ കഞ്ചാവിൽ സിന്തറ്റിക് ഡ്രഗ്സിനെ ഒക്കെ പിടിക്കാനുള്ള ഈ ലഹരി മരുന്ന് വേട്ട കഞ്ചാവിലേക്ക് മാത്രമാവുകയും അതുപോലെ തന്നെ പ്രമുഖരുടെ അടുത്ത് മാത്രം ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. അതായത് അവര് വരുന്ന സമയത്ത് എന്താ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോവുകയും ഇപ്പം ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഷൈൻഡോഗ് ചാക്കോന്റെ ഒക്കെ ആയ സമയത്തൊക്കെ ഈ അക്കാര്യത്തിലേക്ക് മാത്രം അവിടെ അവരെ കഞ്ചാവ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സിനിമയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു നിലയ്ക്ക് എത്തുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ടാവും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു കാര്യം സത്യമാണ്, വളരെയധികം കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിച്ച് സിനിമയൊന്നും പിടിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. ഡിസിപ്ലിൻ വേണ്ട. ഇപ്പോൾ സിനിമ ഒരാൾക്ക് ഒരു സിനിമ പൊളിച്ച് നിർമ്മിക്കുക നല്ല ഡിസിപ്ലിൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഈ സിനിമ ഈ ഇവരൊക്കെ നല്ല രീതിയിൽ നല്ല ഡിസിപ്ലിനുള്ള മനുഷ്യരാണ്. എനിക്ക് പരിചയമുള്ളവരാണ് ഈ പറയുന്ന ഈ ഇവരൊക്കെ വളരെ ഡിസിപ്ലിനുള്ള, വല്ല അപൂർവമായിട്ട് കൗതുകത്തിന് വേണേൽ അതുപോലെ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ, അവർ വലിച്ചിട്ടുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഉണ്ടേ തന്നെ വല്ല കൗതുകത്തിനൊക്കെ വലിക്കാതെ വെറുതെ പണ്ട് അയ്യപ്പനൊക്കെ അയ്യപ്പൻ എന്ന് പറഞ്ഞ കവിയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം വലിച്ചു കിടക്കുന്ന പോലെ വലിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു ആക്ഷൻ ഒന്നും നടത്താൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ വലിയ പണം വേണം, സാങ്കേതിക വിദഗ്ധരെ ഒരുമിച്ച് നിർത്തണം, ഇതൊക്കെ വേണ്ട വലിയൊരു കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ കേന്ദ്രം സിനിമയായിട്ടില്ല. അത് ഇന്ന് വളരെ കൂടുതൽ പഴയ കാലത്തേക്കാളും സിനിമ നല്ല കഴിവുള്ള നല്ല ഡിസിപ്ലിനുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ വർക്ക് കഴിയുന്ന സമയത്ത് ഇവർ ആഘോഷിക്കുന്നുണ്ടാവാം, അല്ലാതെ വർക്കിനകത്ത് ഒരിക്കലും സിനിമയിലല്ല ഒരു വർക്കിനകത്തും നടക്കില്ല. പിന്നെ ടെക്കികൾ എന്നൊക്കെ പറയുന്നവരുടെ അകത്ത് നന്നായിട്ട് കഞ്ചാവൊക്കെ വലിക്കപ്പെടുന്നുണ്ട്. അവരുടെ വർക്കിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ വർക്കിനകത്തൊന്നും വലിക്കാൻ കഴിയില്ല. അപ്പം ടെൻഷൻ കൂടിയ വർക്കാണിത്. പിന്നെ എസ് ജോസഫ് പറയുന്നുണ്ട്, എഴുത്തുകാർ, കവികൾ, കലാകാരികൾ, ഇപ്പം ഇവരുടെയൊക്കെ എഴുത്തുമായിട്ടൊക്കെ എഴുതി വലിച്ചുകൊണ്ടൊന്നും ആർക്കൊന്നും എഴുതാൻ കഴിയില്ല. പക്ഷെ എഴുതി കഴിയുമ്പോഴത്തേന് ഇവരനുഭവിക്കുന്ന ടെൻഷൻ പലപ്പോഴും ചില പലത്തിലുള്ള ഇതിനവരെ ഉപയോഗിക്കുന്നുണ്ടാവാം, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാലും ഇത് ഫുള്ളായിട്ട് അതിൻ്റെ അഡിക്റ്റഡ് ആയിട്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നുള്ള വളരെ അപൂർവമായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിനെ പറ്റിയുള്ള ഭീതി ഈ സർഗാത്മകരായ എഴുത്തുകാരുടെയും എഴുത്തുകാരികളുടെയും ചിത്രകാരന്മാരെയും ചിത്രകാരികളുടെയും തലയിലേക്ക് കെട്ടിവെക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് സമൂഹത്തിൽ അത് വിറ്റ് കാശുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്ന ആരോ ഉണ്ടാക്കുന്നതാണത്. ഇതിൻ്റെ ഉപഭോക്താക്കളിൽ വളരെ ചെറിയ ശതമാനം ഉള്ളു. ഇവർ തന്നെ ഇപ്പം ഈ സിനിമാക്കാർ തന്നെ സമൂഹത്തിൽ എത്ര ശതമാനം ഉണ്ട് അല്ലേ? 0-നൊപ്പമല്ലേ ഉള്ളൂ, അതിനും തുല്യമായ ആൾക്കാരല്ലേ ഇവരൊക്കെ ഉള്ളു. അപ്പോൾ അവരാണ് മയക്കുമരുന്നിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന ആരാണ്? ശരിക്കും കേരളത്തിലെ മുഖ്യധാര സിനിമക്കാരാണ്. അവരൊരു കഥ ഉണ്ടാക്കുവാണ്, മട്ടാഞ്ചേരി മാഫിയ. കാരണം ഇവരുണ്ടാക്കിയിരുന്ന ഭയങ്കര തട്ടുപൊളിപ്പൻ സവർണ ഭീകരവാദ സിനിമകളുടെ ലാംഗ്വേജിന് ഇവർ പൊളിച്ചു കളഞ്ഞു. ഒറ്റ സിനിമ അവർ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. മട്ടാഞ്ചേരി അന്ന് മാഫിയ എന്ന് വിളിക്കപ്പെടുന്നവരെല്ലാവരും കേരളം കണ്ട് അല്ലേ, സ്ത്രീകൾക്കൊക്കെ നല്ല പ്രാതിനിധ്യമുള്ള സ്ത്രീകൾ, ഒരിക്കലും അടിമയായിട്ട് നിൽക്കുന്ന സ്ത്രീകളല്ല, ഇതല്ല. മാത്രമല്ല താഴ്ന്ന തട്ടുള്ള ജീവിതത്തെ നന്നായിട്ട് അവതരിപ്പിച്ചുകൊണ്ടും ഒരിക്കലും മുകൾത്തട്ടുള്ള ജീവിതത്തെ മാത്രമല്ല ആവിഷ്കരിച്ച് അതിനെങ്ങനെ നോക്കി അങ്ങനെയൊക്കെ അല്ലേ ജീവിതത്തിൻ്റെ നല്ല മാറ്റം വരുത്തിയ സിനിമക്കാർ, അവരെയാണ് ഇവർ വിളിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവരല്ലെന്ന ഡിസിപ്ലിൻഡായ ഒരു നല്ല സർഗശേഷിയുള്ള മനുഷ്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആഫ്രോ ഏഷ്യൻ ആ ഒരു പരാമർശം കൂടെ നടത്തിയിരുന്നല്ലോ ഫേസ്ബുക്ക് പോസ്റ്റിൽ, അതിനെ കുറിച്ച് സാർ എന്താ പറയുന്നത്? അതിൽ എഴുത്ത് ഈ അടിത്തട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പം ഇന്ത്യ അല്ല അഫ്രോ അമേരിക്കൻ എഴുത്തുകാരുടെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്, നമുക്കറിയാമല്ലോ. ഈ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ദൈവസങ്കല്പമാണെന്ന് പറഞ്ഞാൽ, അതായത് ജാതി വ്യവസ്ഥ ഇവിടെ മതാനുഷ്ഠാനപരമായിട്ട് അതിന് സാങ്ഷൻഡാണ്. അതുകൊണ്ട് ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞത് മായാസൃഷ്ടമാണെന്നുള്ള കാഴ്ചപ്പാടായതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് നിരോധനങ്ങളുണ്ട്. ഒന്ന്, ദലിതർ അല്ലെങ്കിൽ പിന്നാക്കക്കാർ, അവർക്ക് ഇന്നറ അടി നിൽക്കണം, അല്ലെങ്കിൽ അവർക്ക് വിദ്യ അഭ്യസിക്കാൻ മേല, അക്ഷരം അഭ്യസിക്കാൻ മേല, സ്ത്രീകൾക്ക് പദവി മാറാൻ പാടില്ല. അതായത് ഇപ്പം നമ്മൾ ഇന്ത്യൻ പുരാണം വായിക്കുകയാണെങ്കിൽ അമ്മായിയമ്മേനെ ധിക്കരിക്കുന്ന മരുമകൾ വരുന്നത് കുലനാശത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. പദവി മാറാൻ പറ്റില്ല.
അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് കീഴ്ജാതിക്കാർ അക്ഷരവും അറിവും നേടാൻ പാടില്ല, അറിവും ആയുധവും നേടാൻ പാടില്ല, അല്ലെങ്കിൽ സ്വത്തുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ അവർക്ക് നിരോധനം പോലെ സ്ത്രീകൾക്ക് കൽപ്പിതമായ പദവിയും മാറാൻ പാടില്ല. ഈ രണ്ട് നിരോധനങ്ങളിലാണ് ജാതി വ്യവസ്ഥ ഏൽക്കുന്നത്. അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ വർണ്ണവിവേചനങ്ങൾ, അതായത് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഡോമിനൻ്റായ പദം, വർണ്ണത്തെപ്പുറത്ത്. പക്ഷേ ഈ വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്സ് ഇഷ്ടം പോലെ വെളുത്തവരുമുണ്ട്, മിക്സഡ് ഇതുണ്ടെങ്കിൽ പോലും വർണ്ണവ്യവസ്ഥ ഒരു തിയറി തന്നെയാണ്, അല്ലാതെ വെറും കറുപ്പ് മാത്രമല്ല. അതിന് ആഫ്രോ അമേരിക്കൻ എന്താണ് ഇതിന് കാരണം, വർണ്ണവ്യവസ്ഥയ്ക്ക് കാരണം എന്നുള്ള അന്വേഷിച്ചുകൊണ്ടുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ ആഫ്രിക്കൻ ജനതയുടെ പാരമ്പര്യമുള്ളവരാണെന്ന് അങ്ങനെ ഒരുപാട് കാഴ്ചപ്പാടുകളിൽ ഇവർ വരികയും ഇപ്പോൾ അതിനവർ കളർ ലൈൻസ് എന്നാണ് പറയുന്നത്. ഇപ്പം കറുത്തവർ ആദ്യം അവർ സ്വയം വിളിച്ചിരുന്നു, ഇപ്പം കളർ ലൈൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹം അവരെ തിരിച്ചറിയാനായിട്ട് ആദ്യമായിട്ട്, ഇപ്പോൾ ഇന്ത്യയിൽ അത് പതുക്കെയാണ് ഈ സമരങ്ങൾ ആധുനിക കാലത്ത് നടന്നെങ്കിൽ അമേരിക്ക പെട്ടെന്ന് നടന്നതിന് കാരണം, അമേരിക്കയിൽ പണ്ട് മുതലേ നടക്കുന്നുണ്ട് ഈ ആഫ്രോ അമേരിക്കയുടെ എഴുത്തുകാരും ചിന്തകരും ഒക്കെ ആദ്യം വരുന്നതിന് കാരണങ്ങളിലൊന്നും അവിടെ ഒന്ന് അടിമത്ത വ്യവസ്ഥ അക്ഷരവും ആയുധവും നിരോധിച്ചിരുന്നില്ല. അതായത് ഒരു കറുത്ത സ്ത്രീക്കോ കറുത്ത പുരുഷനോ അവിടെ അക്ഷരാഭ്യാസം നേടായിരുന്നു, അവന് സാഹചര്യം ഉണ്ടെങ്കിൽ പഠിക്കായിരുന്നു. അതുപോലെ തന്നെ പഠിപ്പ് എന്ന് പറയുന്നത് ഒരു മൂല്യമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. മാത്രമല്ല സ്ക്രിപ്ചർ മാത്രം, ആധുനിക വിദ്യാഭ്യാസം ഇല്ലല്ലോ. അവർ എഴുതി പണ്ട് മുതലേ വെച്ചേക്കുന്ന ആ കൃതികൾ തന്നെ മനഃപ്പാഠമാക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ ഉരുവിടുക, ഇതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം. അതിന് കുറച്ച് സാധനം. പക്ഷേ യൂറോപ്പിലൊക്കെ വിദ്യാഭ്യാസം വികസിച്ച് വന്നതോടുകൂടി പുതിയ നവോത്ഥാനങ്ങളൊക്കെ വികസിച്ചുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലോകത്തെ കാണുന്നതായി മാറി. ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം മാറി. അതിൽ പോകാനായിട്ട് കറുത്തവർക്ക് വർണ്ണവിവേചനം ഉണ്ടെങ്കിലും തടസ്സങ്ങളില്ലായിരുന്നു. ഈ തടസ്സമില്ലാത്തത് കൊണ്ടാണ് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ഈ എഴുത്തിലേക്കും വായനയിലേക്കും ഈ സിനിമ, ഇപ്പം 1920 തന്നെ ആദ്യമായിട്ട് അമേരിക്കയിലൊരു മുഴുനീള സിനിമ പിടിക്കുന്നത്, ആദ്യത്തെ ഒരു അമേരിക്കയിലെ ഏറ്റവും വലിയ ക്ലാസിക് അമേരിക്കയെ പറ്റിയുള്ള ഹിസ്റ്ററി തന്നെ ബർത്ത് ഓഫ് ദി നാഷൻ എന്ന് പറഞ്ഞ ഗ്രിഫിത്തിൻ്റെ ഒരു സിനിമയുണ്ട്. ഈ സിനിമ വംശീയ സിനിമയാണ്. അതായത് അവിടെയുള്ള കറുത്ത മനുഷ്യർ, അവിടുത്തെ അമേരിക്ക എന്ന് പറഞ്ഞാൽ നല്ല വിശുദ്ധമായൊരു നാടായിരുന്നു, വളരെ ഇതോടുകൂടി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ കറുത്തവരങ്ങോട്ട് വന്നോടുകൂടി ഭയങ്കര അശുദ്ധി വർദ്ധിച്ചെന്നും അതിനെ അശുദ്ധരെ ഇല്ലാതാക്കാനാണ് കുഗ്ലുഖാൻ പോലുള്ള സംഘടനകൾ പക്ഷെ ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു ഭയങ്കര വംശീയ സിനിമയായിരുന്നു. ഈ സിനിമയ്ക്കെതിരെ അക്കാലത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കറുത്തവരിൽ നിന്ന് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങി. അതാണ് അവരുടെ ഒരു കാര്യം. അതുപോലെ തന്നെ 1900 അടിമത്ത നിരോധന നിയമം എബ്രഹാം ലിങ്കനാണ് ആദ്യമായിട്ട് തെക്കൻ നാടുകളിൽ അമേരിക്കയിൽ ഇല്ലാതാക്കുന്നത്, നിരോധിച്ചു. അടിമത്തത്തെ നിരോധിച്ചു, ലീഗലായിട്ട് നിരോധിച്ചതോടുകൂടി കറുത്തവർക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക്, അടിമത്തം ഇല്ലാത്തതുകൊണ്ട് അന്ന് വരെ നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റി, സ്വത്തും അധികാരവും ഒക്കെ വരും. പക്ഷേ ഇതെന്തുകൊണ്ടും ഭയങ്കര ഫിയർ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ വെളുത്തവരായ സ്ത്രീകളെ ലൈംഗികമായിട്ട് ആകർഷിക്കുന്ന, ഇത് ഞാൻ ആദ്യം പറഞ്ഞാണ്, ഫിയർ പോലെ തന്നെ കാമനകളും ഉണ്ടാക്കുന്നവരാണ് കറുത്തവർ, ബ്ലാക്ക്സ് എന്ന് പറയുന്നവർ. സ്ത്രീകളെപ്പോഴും എല്ലാ സമൂഹവും, പ്രത്യേകിച്ച് പഴയ സമൂഹങ്ങൾ, പവിത്രതയുടെ ഒരു ചിഹ്നമായിട്ടല്ലേ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ദേവത, ഇപ്പോൾ ഇതിഹാസ നായികമാർക്ക് ദേവതാസ്ഥാനം കൊടുക്കും. ഇപ്പം യൂറോപ്പിലാണെങ്കിൽ കന്യാമറിയത്തിൻ്റെ പോലെ വിശുദ്ധിയുടെ ഒരു ഇതായിട്ട് കൊടുക്കും. അതൊരു വ്യാജമാണ്, സ്ത്രീകളെ അടിച്ചമർത്താൻ ചെയ്തൊരു കാര്യമാണെന്നുള്ളതാണ് സത്യം. അവരെങ്ങനെ വ്യാജപ്രതിദാനത്തിൽ കൊടുക്കും. പക്ഷേ ഈ വ്യാജപ്രതിദാനത്തിൽ നിലനിർത്തുന്നതിലൂടെ എന്ത് പറ്റും, ഈ വ്യാജപ്രതിദാനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരിക്കലും വ്യാജപ്രതിദാനം ജയിക്കാൻ എല്ലാവരെ പോലെ തന്നെ ആ സ്ത്രീകളും പോകാൻ കഴിയുള്ളൂ. അവർക്ക് അവരുടേതായ രീതിയിൽ മാത്രമാണ്, അല്ലെ മനുഷ്യജീവികളെന്നല്ലേ പെരുമാറാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള ചാബല്യങ്ങൾ കാണിക്കും. പണ്ടാണെങ്കിൽ സ്ത്രീകളെ എന്ത് ചെയ്യും, വിച്ചുകൾ പിശാചുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളെ പണ്ട് യൂറോപ്പിൽ കൊന്നിട്ടുണ്ട്, പഴയ യൂറോപ്പിൻ്റെ കഥ പറഞ്ഞ വിച്ചസായിട്ട്. അതുപോലെ തന്നെ ഈ വിച്ചസിൽ നിന്ന് രക്ഷിക്കുന്ന പോലെ ബ്ലാക്സിൽ നിന്ന് രക്ഷിക്കുക, സ്വാതന്ത്ര്യം നേടിയെന്ന ബ്ലാക്സ് വെള്ള സ്ത്രീകളെ ലൈംഗികമായി ആകർഷിച്ച് വരയെ ചടിച്ച് ഉപയോഗിക്കുന്നുള്ളൊരു ഭീതി പരത്തിയിരുന്നു യൂറോപ്പിൽ. പ്രത്യേകിച്ച് ഈ തെക്കൻ
അമേരിക്കയുടെ ഭാഗങ്ങൾ, അങ്ങനെയാണ് ക്ലൂക്കാൻ പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടായ ഒരു അതിതീവ്രമായൊരു പീഡനാവസ്ഥയിൽ നിന്നാണ് ബ്ലാക്ക് എഴുത്തുകാരും ഒക്കെ ഉയർന്നു വന്നത്. അങ്ങനെ അവരിൽ നിന്നാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വന്ന് നമ്മുടെ ഒരുപാട് പ്രക്ഷോഭണം, അതായത് അമേരിക്ക എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്കയായി മാറിയത് കറുത്തവരുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല, കറുത്തവരുടെ സമരങ്ങളും കൂടിയാണ്. അവർ ഉൾക്കാഴ്ചകളുണ്ട്, റിപ്പബ്ലിക്കിനെ പറ്റി ഉൾക്കാഴ്ചകളുണ്ട്. ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഉയർന്നു വന്ന കാലഘട്ടത്തെല്ലാം അതിശക്തമായ രീതി ഇവർക്ക് എതിർപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സിനിമയല്ല, സംഗീതത്തിലേക്കും കായിക വിനോദങ്ങളിലേക്കും ഒക്കെ ഇവർ, അങ്ങനെയാണ് ആദ്യം കാലം. ഇപ്പം എഴുത്തിലൂടെയല്ല, പ്രത്യേകിച്ച് ആ കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മുഹമ്മദ് അലി എന്ന് പേര് പെട്ടു. പക്ഷെ ആ പുള്ളീനെ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഒരുപാട് വിവേചനം അനുഭവിക്കേണ്ടി വന്നു. പുള്ളി അമേരിക്കൻ ഇത് തന്നെ വലിച്ചെറിഞ്ഞു, അമേരിക്കയുടെ മെഡലുകൾ തന്നെ വലിച്ചെറിഞ്ഞു. വിയറ്റ്നാം യുദ്ധത്തിൽ പുള്ളി അമേരിക്കയ്ക്കെതിരെ നിന്നു. അങ്ങനെ ഒരുപാട് പേര്, അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ലൈംഗിക മിസ്ലീഡിങ് ആയ ഇതിൽ പെട്ട്, ലൈംഗിക എണ്ണങ്ങളിൽപ്പെട്ട് പലതും കെട്ടിച്ചമയ്ക്കപ്പെട്ടതായിരുന്നു. അതും ഇപ്പം കെട്ടിച്ചമയ്ക്കപ്പെട്ടതായിരുന്നു. ചിലരെന്ന് വിചാരിച്ച് റിയലായ കുറ്റവാളികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇംപ്രോപ്പറേറ്റായിട്ട്, അതായത് കറുത്തവർക്ക് മേൽ കനത്ത ശിക്ഷയും കനത്ത ഒറ്റപ്പെടലും വെള്ളക്കാരുടെ ശിക്ഷകളെ ലഘൂകരിച്ച് കാണാൻ അവർ വെറുതെ വിടുകയും ചെയ്യുന്ന വേടനോട് നമ്മൾ കണ്ട അതേ പരിപാടി തന്നെ അവിടെ നടന്നിരുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും കൂടെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ഫെമിനിസ്റ്റുകളൊക്കെ പലപ്പോഴും ഇത് ഉയർത്തിക്കൊണ്ടു വന്നു. ഇപ്പോൾ റേപ്പ് നടക്കുമ്പോൾ വെള്ളക്കാരിയായ ഒരു സ്ത്രീയോട് സ്ത്രീ ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ പൊതു മനസാക്ഷി പൂർണ്ണമായിട്ട് ഉണർന്നെണീറ്റ് നിൽക്കുകയും പത്രങ്ങളും മാസികകളൊക്കെ ദിവസങ്ങളോളം അത് ചർച്ചയായിട്ട് കുറ്റവാളിനെ പിടിക്കുന്നവരെയും, ഒരു കറുത്തവനാണ് കുറ്റവാളിയെങ്കിൽ കനത്ത രീതിയിലുള്ള ഒറ്റപ്പെടൽ കറുത്തവർ അനുഭവിക്കേണ്ടിയും വരും. കറുത്തവരുടെ മേലുള്ള സമുദായം തിരിച്ച് തന്നെ കുറ്റപ്പെടുത്താൻ അവരൊരുക്കും. പക്ഷെ വെളുത്ത ഒരാളാണ് കറുത്തൊരു സ്ത്രീയെ റേപ്പ് ചെയ്തെങ്കിൽ അവിടെ ചർച്ച പോലും വരില്ല. മറിച്ച് അവരുടെ സമുദായത്തെ ആരും കുറ്റപ്പെടുത്തില്ല, അവരുടെ അങ്ങനെ വരികയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പക്ഷെ ഇന്നും ആ മാറ്റം വരുന്നിട്ടില്ല കേട്ടോ, കറുത്തവരുടെ പേര്. അപ്പം ഈ അനീതി അവിടുത്തെ കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഇഷ്ടംപോലെ പേര് അനുഭവിച്ചിട്ടുണ്ട്. അതും കൂടെയാണ് നമ്മളപ്പോഴുള്ളവർ വേടനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേന് ഒരു കുറ്റവാളിയായിട്ട് പെട്ടെന്ന് ചിത്രീകരിക്കുകയും അപ്പോഴും മറ്റുള്ളവർ ഒരു വെളുത്ത ഒരു വരേണ്യനായ ഇതേ കുറ്റം ചെയ്ത മോഹൻലാലിന് ഈ കുറ്റം വരുന്നില്ലെന്നും, മോഹൻലാൽ ഇപ്പോഴും ഒരിക്കലും മോഹൻലാലിൻ്റെ സമുദായം അതിൽ പ്രതിയാക്കപ്പെടുന്നില്ലെന്നും, മോഹൻലാലിൻ്റെ പ്രീ കൾച്ചർ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലെന്നതിന് കാരണം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ അടിമത്ത വ്യവസ്ഥയും ജാതി വ്യവസ്ഥ. അമേരിക്കയിലാണ് അടിമവസ്ഥ വ്യവസ്ഥ അതിൻ്റെ റൂട്ടായി കിടക്കുന്നുണ്ട്, ഇവിടെയാണ് ജാതി വ്യവസ്ഥ അതിൻ്റെ റൂട്ടായി കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ ചർച്ചകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരിക്കലും വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല, വ്യക്തിയുടെ നന്മയോ തിന്മയുടെ പ്രശ്നമല്ല, സിസ്റ്റമായിട്ട് ബന്ധം ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് പൊതുതലമുറയെ ബോധ്യപ്പെടുത്തുകയും ആർക്കും കഴിയാത്ത രീതി കഴിഞ്ഞു എന്നുള്ളതാണ് വേടൻ ചെയ്തത്. അതുകൊണ്ടാണ് വേടൻ്റെ ഇമാജിനേഷനിലൊക്കെ നമ്മളൊക്കെ വലിയ അംബേദ്കറിസം തന്നെ ഉണ്ടാവുന്നതിന് കാരണം. താങ്ക് യു.